എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഹരിപ്രസാദാണ്. ഇന്ന് നമ്മൾ മഹാലക്ഷ്മി യോഗം, അതുപോലെ തന്നെ കുബേരയോഗം, അതുപോലെ തന്നെ ധനയോഗം, ഭാഗ്യയോഗം, ഇതുപോലുള്ള യോഗഫലങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വരുന്ന ജൂൺ മാസം 22-ാം തീയതി ബുധൻ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ടും 29-ാം തീയതി ശുക്രൻ ഇടവൻ രാശിയായിട്ടുള്ള സ്വക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ടും നിങ്ങൾക്ക് പഞ്ചാംഗം നോക്കിയാൽ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പം 22-ാം തീയതിയും 29-ാം തീയതിയോടുകൂടിയുള്ള ഈ രാശിമാറ്റത്തെ കൊണ്ട് അതിശക്തമായിട്ടുള്ള ഗുണഫലങ്ങളും ധനയോഗങ്ങളും മഹാഭാഗ്യം, കുബേരയോഗം, ഒരുപാട് വീഡിയോസിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കുബേരയോഗം, ലക്ഷ്മി യോഗം എന്ന് പറഞ്ഞിട്ട് ക്യാപ്ഷൻ ഇട്ടിട്ട് വീഡിയോ ചെയ്യുന്ന ഒരുപാട് പേരുടെ വീഡിയോസുകളൊക്കെ കാണാൻ പറ്റും. പക്ഷേ എന്താണ് എന്നുള്ളതൊന്നും കാണത്തില്ല. പിന്നെ അവരിന്നിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുക, ആ വീഡിയോയ്ക്ക് ഒരു ലെങ്ത് കൂട്ടിയിട്ട് പോകുക എന്നുള്ള രീതിയിലാണ് ആ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ നിങ്ങൾക്ക് എഴുതി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും ജാതകപരമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയം ദൂരീകരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ എല്ലാ വീഡിയോസും ചെയ്യുന്നത്. വീഡിയോ വഴി ജ്യോതിഷത്തെക്കുറിച്ച് അറിയാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും, സാധാരണക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ധനത്തെക്കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത്, ജ്യോതിഷം അറിയാത്ത ആളുകൾ, അവർക്ക് ഇത് മനസ്സിലാക്കുന്നതിനും ഒരു സാധാരണ ഒരു ഗ്രഹസ്ഥിതി എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ, നമ്മളെല്ലാ വീഡിയോയും ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന നമ്പറിലെ ആൾക്കാർ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഗ്രഹനിര എടുത്ത് ഇങ്ങോട്ട് അയച്ചു തന്നു കഴിഞ്ഞാൽ അത് ഇവിടുന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഒരു സമയം നമുക്ക് കിട്ടത്തില്ല. ഒരുപാട് വീഡിയോ ചെയ്യുന്ന ഒരുപാട് വീഡിയോസുകളിൽ ആൾക്കാർ വന്നിട്ട് അവരുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുകയും നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് നൂറുകണക്കിന് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഞങ്ങളുടെ വീഡിയോ പിന്തുടരുക, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെന്ന് വരിൽ നിങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ മതി, ഞങ്ങളത് പറഞ്ഞു തരാമെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഞങ്ങൾ അത് പറയാനുള്ളൊരു സമയമില്ലാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കി ഒരുപാട് പേര് നമ്മളോട് പിണങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ജാതകം അയച്ചു തന്നതിന് ശേഷം ജ്യോതിഷം നോക്കി പറഞ്ഞു തരാൻ പറ്റും, പക്ഷേ കുറച്ച് ക്ഷമയോടുകൂടി നിങ്ങൾ ഒരു ദിവസം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ അയച്ചു തരുന്നത് കൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇക്കാര്യം പറയുന്നത്. അപ്പം നമുക്കിങ്ങനെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ നമ്മുടെ ലെറ്റർ പാഡാണ് ഈ വെച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ ജ്യോതിഷം നോക്കിയിട്ട് ഇങ്ങനെ കണക്ക് കൂട്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി ആണ് അയച്ചു വരുന്നത്. അപ്പോൾ ഇതിനൊരുപാട് സമയമെടുക്കും. അപ്പോൾ ഒരുപാട് പേര്, ഇപ്പോൾ ഒരു 300 പേരോളം പിണങ്ങി പോവുക എന്ന അവസ്ഥ വന്നിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ ചെയ്തിട്ട് നിങ്ങളുടെ നമ്പർ കൊടുത്തിട്ട് ഞങ്ങളും ജ്യോതിഷം നോക്കാൻ വേണ്ടി മെസ്സേജ് അയച്ചു കഴിയുമ്പം നിങ്ങൾ നോക്കുന്നില്ല, അതിന് മറുപടി പറയുന്നില്ല. അപ്പോൾ അതിൽ കൂടുതൽ ആളുകൾ ചോദിച്ചു വരുന്നത് കൊണ്ടും അവരുടെ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നത് കൊണ്ടുമാണ് നമ്മളത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷേ അതിന് കുറച്ച് ദിവസം ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യാൻ പറയുമ്പോഴാണ് അവർ പിണങ്ങിപ്പോകുന്നത്. ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഈ പറയുന്ന മഹാലക്ഷ്മി യോഗം, അതുപോലെ തന്നെ കുബേരയോഗം, ധനപുരോഗതി, ഐശ്വര്യം, ഇതാർക്കൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് വിശദമായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്ലിയർ ആവുന്ന രീതിയിലാണ് ഇത് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കേട്ട് മനസ്സിലാക്കിയിട്ട് വലിയ തിരക്കില്ലാത്ത ഏതെങ്കിലും ജ്യോതിഷന്മാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അയച്ചു കൊടുത്തിട്ട് അവരിൽ നിന്ന് നിങ്ങൾ കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് നോക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല, അങ്ങനെ കരുതുന്നെങ്കിൽ അങ്ങനെ കരുതിക്കോ. പക്ഷേ എനിക്ക് അതിനുള്ളൊരു സമയമില്ല. ഞാൻ ക്ഷേത്രത്തിൽ പോകുന്ന ഒരു പൂജാരിയാണ്. 12 മണിക്കാണ് തിരികെ വരുന്നത്. അതിനുശേഷം 4 മണിക്ക് വീണ്ടും നമ്മൾ പോകണം. 9:50 അമ്പലത്തിൻ്റെ താന്ത്രിക സ്ഥാനം നമ്മൾ കൈവരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്നൊക്കെ പോയി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ജ്യോതിഷം നിങ്ങൾക്ക് മനസ്സിലാകാൻ, സാധാരണക്കാരായിട്ടുള്ള ജ്യോതിഷം അറിയാത്ത ആളുകൾക്ക് മനസ്സിലാകുന്നതിനും നിങ്ങൾക്ക് അതുവഴി സ്വയം മനസ്സിലാക്കുന്നതിനും മറ്റൊരാളുടെയെങ്കിലും വിളിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ വഴി നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ്. സാധാരണ നിങ്ങൾ ജ്യോതിഷക്കാരുടെ വീഡിയോ എടുത്തു നോക്കുമ്പം 1-ാം ഭാവം, 2-ാം ഭാവം, 3-ാം ഭാവം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ അവർ പറയുന്നത്. ഞാൻ അങ്ങനെയല്ല പറയുന്നത്, മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പം മേടം രാശിക്കാരുടെ പറയും അശ്വതി, ഭരണി, കാർത്തിക കാലുകാർക്ക് 3-ാം ഭാവത്തിൽ വ്യാഴം, ശുക്രൻ, ബുധൻ. എവിടെയാണ് 3? ആരാണ് 3? എന്താണ് 3 എന്ന് ആർക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ ഇതാണ് 3 ഞാനിങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾക്കത് ജ്യോതിഷമായിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. നിങ്ങളുടെ ഗ്രഹസ്ഥിതി എടുത്ത് കയ്യിൽ വെച്ച് എന്നിട്ട് നിങ്ങളുടെ ഈ വീഡിയോ കാണുക. ഗ്രഹസ്ഥിതി എന്താണ്? ഈ 12 കളം വരച്ച കോളം നിങ്ങളുടെ കയ്യിലുണ്ടാകും. ഇല്ലെങ്കിൽ ഇന്ന് എത്രയോ ചാനലുകളിൽ അത് കിട്ടും. ഇല്ലെങ്കിൽ ഒരു ഗ്രഹനില തയ്യാറാക്കാൻ 100 രൂപ പോലും വേണ്ട ഒരാൾക്കൊരു മെസ്സേജ് അയച്ചു കൊടുത്തിട്ട് എൻ്റെ ഒരു ഗ്രഹനില ഇങ്ങോട്ട് അയച്ചതാന്ന് പറഞ്ഞാൽ വാട്സാപ്പിൽ ഇട്ട് തരും. എത്രയോ ജ്യോതിഷന്മാർ യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുണ്ട്, അവരുടെ നമ്പർ അതിനകത്തുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനും പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാവുന്നതിനും
ഗ്രഹത്തിൻ്റെ സഞ്ചാരം കൃത്യമായിട്ട് കുറിച്ച് വെച്ച് ഇപ്പം നമ്മൾ ആകാശമണ്ഡലത്തിൽ ഇപ്പോൾ നിൽക്കുന്ന ഗ്രഹങ്ങളെ ശു ഭൂ കു വ്യ ഇങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ഇവിടെ ഗ്രഹത്തിൻ്റെ പേര് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ രാശിയുടെ പേരും ഇവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിലവിൽ ഒരു കുട്ടി ഇപ്പോൾ ജനിക്കുന്നത് കാലസർപ്പ സമയമാണെന്ന് പറയും. രാഹുകേതുക്കളുടെ സ്ഥിതി അങ്ങനെയാണ്. ചൊവ്വ ഇപ്പം വീണ്ടും ചന്ദ്രൻ ഇപ്പോൾ വീണ്ടും നേരെ അങ്ങോട്ട് പോയിട്ടുണ്ട്, രാഹുവിനെ കടന്ന് അപ്പുറത്ത് പോയിട്ടുണ്ട്. അപ്പം നിലവിൽ ഈ സമയത്ത് ഇന്നൊരു കുട്ടി ജനിക്കുവാണെങ്കിൽ, നിങ്ങളുടെ കുട്ടികൾ ആരെങ്കിലും ഇന്ന് ജനിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കാലസർപ്പം നിൽക്കുന്ന സമയമാണ് എന്നുള്ള ഒരു സമയത്തിനാണ് ഇപ്പോൾ ജ്യോതിഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് രാഹുകേതുക്കൾ 180 ഡിഗ്രിയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലാണ് മറ്റ് ഗ്രഹങ്ങൾ നിന്നാൽ അതിനാണ് കാലസർപ്പം എന്ന് പറയുന്നത്. അപ്പം രാഹുകേതുക്കൾ ഇങ്ങനെയാണ് സഞ്ചരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഉള്ളിലാണ് എല്ലാ ഗ്രഹങ്ങളും നിൽക്കുന്നത്. ശനി, ശുക്രൻ, സൂര്യൻ, ബുധൻ, വ്യാഴം, ചൊവ്വ. നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത് കാലസർപ്പ സമയമാണ്. പൊതുവിൽ പ്രപഞ്ചത്തിനും ആളുകൾക്കും എല്ലാം കുറച്ച് ദുരിത സമയം പറയുന്ന ഒരു സമയമാണ്. എങ്കിൽ പോലും ഗ്രഹങ്ങളുടെ ബലം അനുസരിച്ച്, സൂര്യൻ്റെയും ബുധൻ്റെയും വ്യാഴത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു രാജയോഗം, അഖണ്ഡ സാമ്രാജ്യ യോഗം, കുബേരയോഗം. എന്താണ് കുബേരയോഗം എന്ന് ആൾക്കാർ പറയുന്നില്ല. ധനകാരകനായിട്ടുള്ള വ്യാഴത്തെയാണ് ജ്യോതിശാസ്ത്രത്തിൽ കുബേരനായിട്ട് പറയുന്നത്. വ്യാഴം നിൽക്കുന്ന രാശി, വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രം എന്ന് പറയുന്നത് ഇതാണ്, മീനമാണ്. മീനത്തിൽ നിന്നും കേന്ദ്രഭാവങ്ങളിലേക്ക് വരികയും ശുഭഗ്രഹങ്ങളുമായിട്ട് യോജിക്കുകയും ചെയ്യുന്ന സമയത്താണ് എന്തുണ്ടാകുന്നത്? കുബേരയോഗം ഉണ്ടാകുന്നത്. അത് ആർക്കാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രഭാവങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്കും വ്യാഴം ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങൾക്കുമൊക്കെയാണ് അതിൻ്റെ ഒരു ഫലസിദ്ധി ഉണ്ടാകുന്നത്. അത് കൃത്യമായിട്ട് പറയാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ സൂര്യൻ്റെ പ്രവേശം മിഥുനൻ രാശിയിലൂടെ നമുക്കറിയാം. 2 ദിവസമായി മിഥുനം 1-ാം തീയതി കഴിഞ്ഞിട്ട്. അപ്പം മിഥുനത്തിലേക്ക് കടന്നതോടുകൂടി വ്യാഴത്തിന് മൗഢ്യം സംഭവിക്കുകയാണ്. എന്താണ് മൗഢ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂര്യൻ്റെ അടുത്ത് ഒരു ഗ്രഹം വന്നു കഴിഞ്ഞാൽ സൂര്യൻ്റെ പ്രഭാവം കൊണ്ട് ആ ഗ്രഹത്തിൻ്റെ, ഇപ്പോൾ വ്യാഴത്തിൻ്റെ ഒരു വ്യാഴത്തിൻ്റെ പവർ കുറയുന്നില്ല, സൂര്യൻ്റെ അടുത്ത് വരുന്നത് കൊണ്ട് മൗഢ്യം ബാധിക്കുക എന്ന് പറയും. അപ്പം ഈ മൗഢ്യം ഈ വരുന്ന ജൂലൈ മാസം 10-ാം തീയതി വരെ വ്യാഴത്തിന് മൗഢ്യമുണ്ട്. അപ്പം വ്യാഴത്തിൻ്റെ ആനുകൂല്യം കിട്ടുന്ന ഗ്രഹസ്ഥിതി നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വ്യാഴത്തിൻ്റെ ഗ്രഹനിലയുള്ളവരും ഇപ്പോൾ ദശാകാലത്ത് വ്യാഴ ദശാകാലമുള്ളവരും വ്യാഴം നീചത്തിൽ നിൽക്കുന്നവരും എല്ലാവരും നിങ്ങൾ വിഷ്ണു പൂജ ചെയ്ത് പ്രാർത്ഥിക്കണം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വ്യാഴത്തിൻ്റെ വീട് ഇത് രണ്ടുമാണ്. പക്ഷേ വ്യാഴം ഇപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ കേന്ദ്രഭാവത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് കുബേരയോഗം, ലക്ഷ്മി യോഗം, സരസ്വതി യോഗം, ഭാഗ്യയോഗം, ധനയോഗം ഒക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം പറഞ്ഞത്. സൂര്യൻ്റെ ഇങ്ങോട്ടുള്ള മാറ്റം കൊണ്ട് ഒരു മൗഢ്യം സംഭവിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ബുധൻ ഇങ്ങോട്ട് മാറുന്നുണ്ട്. കർക്കിടക മാസം 22-ാം തീയതി ജൂൺ മാസം 22-ാം തീയതി കർക്കിടകത്തിലേക്ക് വരുന്നുണ്ട്. കർക്കിടകം 22 ജൂൺ 22-ാം തീയതി ഈ വരുന്ന, ഇന്നിപ്പോൾ 16-17 ആയിട്ടുണ്ടല്ലോ, 5 ദിവസത്തോളം കഴിയുമ്പോൾ ബുധൻ ഇങ്ങോട്ട് മാറുന്നുണ്ട്, കർക്കിടകത്തിലേക്ക് മാറുന്നുണ്ട്. അത് എന്താണ് അതിൻ്റെ ഗുണമെന്നുള്ളതും ശുക്രൻ അതിനാണ് പ്രാധാന്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു വർഷത്തിലൊരിക്കൽ സ്വക്ഷേത്രമായിട്ടുള്ള ഇടവൻ രാശിയിലേക്ക് കടക്കുമ്പോൾ മഹാലക്ഷ്മി യോഗമാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ മഹാലക്ഷ്മി യോഗം സംഭവിക്കുന്നത് നമുക്ക് അനുഭവത്തിൽ വരുത്തില്ല ചില ആളുകൾക്ക്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഗ്രഹനിലയിൽ ശുക്രൻ നീചത്തിലോ മൗഢ്യത്തിലോ ബലം കുറഞ്ഞോ ഒക്കെ നിൽക്കുന്ന സമയമാണ്. വ്യാഴം നമുക്ക് നിങ്ങളുടെ ജാതകം എടുത്ത് കൈ വെച്ചിട്ട് ശേഷം നിങ്ങൾ ഈ പറയുന്ന ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം നമുക്ക് ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും കാര്യം പെട്ടെന്ന് പറയാം. നിങ്ങളുടെ ജാതകത്തിൽ ഇപ്പോൾ നമ്മളിവിടെയാണ് ചന്ദ്രനെ കുറിച്ചിരിക്കുന്നത്. ച എന്നുള്ള അക്ഷരത്തിലാണ് ചന്ദ്രനെ അറിയപ്പെടുന്നത്. ആദ്യം ഈ ഒരു കാര്യം പുതുതായിട്ട് വീഡിയോ കാണുന്നവർ പെട്ടെന്നൊന്ന് പറഞ്ഞേക്കാം. ഇന്നലെയുള്ള വീഡിയോയിലും മെനഞ്ഞാന്നുള്ള വീഡിയോയിലും ഒക്കെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ല എന്ന് കണ്ടാൽ ലഗ്നം. ലഗ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേഹം എന്നാണ് ഇതിന് പറയുന്നത്. അതായത് ആയുസ്സിനെ, നമ്മുടെ ലഗ്നത്തെ കൊണ്ട് നമ്മുടെ ആയുസ്സിനെ ചിന്തിക്കാം, നമ്മുടെ ശരീരത്തെ ചിന്തിക്കാം, നിങ്ങളുടെ ഭാഗ്യ നിറത്തെ ചിന്തിക്കാം, നിങ്ങളുടെ ശരീരത്തിൻ്റെ നിറത്തെ ചിന്തിക്കാം. അതുപോലെ തന്നെ സ്വഭാവം, കീർത്തി, സുഖം, സൗന്ദര്യം, ജയം, ആത്മവിശ്വാസം, ആത്മപ്രഭാവം, ഇത്രയും കാര്യങ്ങൾ ചിന്തിക്കുന്ന ഭാവമാണ് ലഗ്നം. ലഗ്നം എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സൂര്യൻ ഇവിടെയാണ് നിൽക്കുന്നത്. എവിടെ? മിഥുനൻ രാശിയിൽ. രാവിലെ സൂര്യോദയ സമയത്ത് ജനിക്കുന്ന ഒരു 6 മണിക്കും 7 മണിക്കും ഇടയ്ക്ക് ജനിക്കുന്ന കുട്ടികളുടെ ലഗ്നം ഇവിടെയായിരിക്കും. അപ്പം 6:45 ഒരു 8 മണി കഴിഞ്ഞ് ജനിക്കുന്ന കുട്ടികളുടെ
ലഗ്നം പിന്നെ അടുത്ത ഇവിടെ ആയിരിക്കും. അടുത്ത ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ 10 മണി വരുമ്പോൾ ലഗ്നം ഇവിടെ ആയിരിക്കും. ഒരു 12 മണിയാകുമ്പോൾ ലഗ്നം ഇവിടെ വരും. 2 മണിയാകുമ്പോൾ ലഗ്നം ഇവിടെ വരും. 4 മണിയാകുമ്പോൾ ലഗ്നം ഇവിടെ വരും. ഒരു 6 മണിയാകുമ്പോൾ ലഗ്നം ഇവിടെ വരും. ഇപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഈ ഇന്നത്തെ വീഡിയോ ചെയ്യുന്ന ദിവസം 17/6/2025. ഇന്ന് രാവിലെ 6 മണിക്ക് ജനിച്ച ഒരു കുട്ടിയുടെ ലഗ്നം ഇവിടെ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ കണക്ക് കൂട്ടണം, 6 മണിയാകുമ്പോൾ ലഗ്നം ഇവിടെ ആയിരിക്കും. സൂര്യൻ ഇവിടെ നിൽക്കും. പക്ഷേ ലഗ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ്റെ പ്രകാശം തട്ടുന്ന സ്ഥലം, അതിനാണ് ലഗ്നം എന്ന് പറയുന്നത്. ഈ ലഗ്നത്തെ കൊണ്ട് ഈ കുട്ടിയുടെ 12 ഭാവങ്ങളെ ചിന്തിക്കുക എന്നുള്ളതാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. അപ്പം ലഗ്നം കൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ജ്യോതിശാസ്ത്ര പ്രകാരമായിട്ട് നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ ലഗ്നം എന്ന് മനസ്സിലാക്കുക. ലഗ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വ്യക്തി ആരാണോ ആ വ്യക്തിയുടെ 12 ഭാവങ്ങൾ. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ലഗ്നം, നിങ്ങളുടെ ജാതകം എടുത്ത് നോക്കുമ്പോൾ ഇവിടെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ കന്നി ലഗ്നക്കാരനാണെന്നും, അല്ലെങ്കിൽ ചന്ദ്രൻ ഇവിടെ വരുന്നെങ്കിൽ കന്നിക്കൂറുകാരനാണെന്നും മനസ്സിലാക്കണം. ചന്ദ്രനെ കൊണ്ട് കൂറും, ലഗ്നത്തെ കൊണ്ട് നിങ്ങളുടെ ജാതകത്തിൻ്റെ സ്വഭാവം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. അപ്പോൾ അത് ഒന്നുകൂടി പറഞ്ഞു തരാം. ആദ്യം എന്ന് പറഞ്ഞാൽ ലഗ്നം, എന്ന് വെച്ചാൽ സൂര്യൻ, ച എന്ന് വെച്ചാൽ ചന്ദ്രൻ, കു എന്ന് വെച്ചാൽ ചൊവ്വ, ഭൂ എന്ന് വെച്ചാൽ ബുധൻ, ഗു എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ വ്യാഴം, ശു എന്ന് വെച്ചാൽ ശുക്രൻ, മാ എന്ന് വെച്ചാൽ ശനി, മായ്ക്ക് ദീർഘിട്ടിട്ടുണ്ടെങ്കിൽ ഗുളികൻ. ഇന്നലെ 2 ദിവസം മുമ്പുള്ള വീഡിയോയിൽ ഇത് പറഞ്ഞപ്പോൾ വീണ്ടും അവിടെ കമൻറ്റ് വന്നിരിക്കുന്നു, സാർ ഷ എന്ന് വെച്ചാൽ എന്തുവാ, മാ എന്ന് പറഞ്ഞാൽ എന്തുവാ, ഇത് വൃത്തിയായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കാത്തത് കൊണ്ടാണ് അത് മനസ്സിലാകാത്തത്. അതുകൂടാതെ ഈ രാശി ഇങ്ങേയറ്റം മീനം, തൊട്ടടുത്ത രാശി മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. ജ്യോതിശാസ്ത്ര പ്രകാരമായിട്ട് മേടമാണ് ആദ്യത്തെ രാശി, 12ാമത്തെ രാശിയാണ് മീനം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് കൂട്ടുന്നത്, ഇങ്ങനെ. അപ്പം മേടം, ഇടവം, നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെയാണ് വരുന്നതെങ്കിലോ നിങ്ങൾ മേടക്കൂറുകാരനാണ്. നിങ്ങളിവിടെയാണ് ചന്ദ്രൻ വരുന്നതെങ്കിൽ നിങ്ങൾ ഇടവക്കൂറ്. നിങ്ങളുടെ ലഗ്നം നിങ്ങൾക്ക് ഈ കോളത്തിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ലഗ്നം എന്ന് വെച്ചാൽ നിങ്ങൾ മേടലഗ്നമാണ്. ഇവിടെയാണ് വരുന്നതെങ്കിൽ ഇടവലഗ്നമാണ്. ഇവിടെയാണെങ്കിൽ മിഥുന ലഗ്നമാണ്. ഇവിടെയാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ കർക്കിടക ലഗ്നമാണ്. തിരിച്ച് ഇതുപോലെ തന്നെ നമുക്ക് ചന്ദ്രൻ്റെ കൂറും മനസ്സിലാക്കാം. ഇവിടെയാണെങ്കിൽ മേടക്കൂറ്, ഇടവക്കൂറ്, മിഥുനക്കൂറ്, കർക്കിടകക്കൂറ്, ചിങ്ങക്കൂറ്, കന്നിക്കൂറ്, തുലാക്കൂറ്, വൃശ്ചികക്കൂറ്, ധനുക്കൂറ്, മകരക്കൂറ്, കുംഭം, മീനക്കൂറ്. ഇതുപോലെ ലഗ്നം, ഞാൻ മേടലഗ്നക്കാരനാണ് സാർ, അല്ലെങ്കിൽ മിഥുന ലഗ്നമാണ്, കർക്കിടക ലഗ്നമാണ്, അതുപോലെ തന്നെ ചിങ്ങലഗ്നമാണ്, കന്നി ലഗ്നമാണ്. നിങ്ങളുടെ ജാതകത്തിൽ ആ വിവരമുണ്ട്. നിങ്ങളത് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, സമാധാനമായിട്ടിരുന്ന് നോക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങളിവിടെയാണ് ലഗ്നം വരുന്നതെങ്കിൽ നിങ്ങളുടെ ലഗ്നത്തിൽ ഇപ്പോൾ കേതുവും ചൊവ്വയും ഇവിടെ ഉണ്ടെന്ന് എഴുതി വെക്കാം. എൻ്റെ ലഗ്നത്തിൽ എൻ്റെ കൂടെ പാപഗ്രഹമായിട്ടുള്ള കേതുവുണ്ട്, ചൊവ്വയുണ്ട്. അതല്ല നിങ്ങളുടെ ലഗ്നം ഇപ്പോൾ ഇവിടെ വരുന്നതെങ്കിൽ നിങ്ങളുടെ കൂടെ സൂര്യനും ബുധനും വ്യാഴവും ഉണ്ട്. അതിൻ്റെ 3ാം ഭാവത്തിൽ ദാണ്ട് ഇങ്ങനെ വരും. അങ്ങനെ കണക്ക് കൂട്ടി അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ഉദാഹരണം പറഞ്ഞാണ്. നമ്മൾ ഇന്നത്തെ വിഷയം, ടോപ്പിക് ഇതല്ല. ഇന്നത്തെ വിഷയം മഹാലക്ഷ്മി യോഗം, കുബേരയോഗം. ഇതിനെക്കുറിച്ച് പ്രധാനമായിട്ട് പറയാൻ പോകുന്നതിന് മുമ്പായിട്ട് ജ്യോതിഷത്തിൻ്റെ ആമുഖം അറിയാൻ വയ്യാത്തവർക്ക് ആമുഖമായിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലഗ്നവും ചന്ദ്രൻ്റെ സ്ഥിതി നിങ്ങൾ മനസ്സിലാക്കണം. അതിനുശേഷം നമുക്ക് അടുത്തതായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആകാശമണ്ഡലത്തിൽ ഇങ്ങേ അറ്റം വരുന്ന മൂലയ്ക്ക് വരുന്ന പൂരുരുട്ടാതികാൽ ഉത്തരട്ടാതി രേവതി നക്ഷത്രത്തിൽ വരുന്ന മീനൻ രാശിയിലാണ് ശനി നിൽക്കുന്നത്, ശനീശ്വരൻ നിൽക്കുന്നത്. അശ്വതി ഭരണി കാർത്തികകാല് വരുന്ന മേടക്കൂറിലാണ് ശുക്രൻ നിൽക്കുന്നത്. മിഥുനത്തിലാണ് സൂര്യനും ബുധനും വ്യാഴവും നിൽക്കുന്നത്. മിഥുനത്തിലാരൊക്കെയുള്ള മകേരത്തരയും തിരുവാതിരയും പുണർദത്തിൽ മുക്കാലുകാരലുമാണ് ഇപ്പോൾ സൂര്യനും ബുധനും വ്യാഴവും നിൽക്കുന്നത്. കർക്കിടകത്തിൽ ആരുമില്ല. ചിങ്ങത്തിൽ മകം പൂര ഉത്തരത്തേക്കാലുകാരുടെ ജന്മത്തിലാണ് ചന്ദ്രനും ചൊവ്വയും കേതുവും നിൽക്കുന്നത്. അതുപോലെ നവിട്ടത്തരയും ചതയും പൂരുരുട്ടാതി മുക്കാലിൽ നിൽക്കുന്നവർക്കാണ് രാഹുവും ചന്ദ്രനും നിൽക്കുന്നത്. ഇത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്തിനാണ് മനസ്സിലാക്കി വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിനകത്ത് വരുമ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ തുലാക്കൂറുകാരനാണല്ലോ, ഇപ്പോൾ ഇവിടെ ആരും ഇല്ലല്ലോ, അപ്പോൾ അതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ വേറെ ഫലമുണ്ട്. നിങ്ങളുടെ 12 ഭാവങ്ങളാണിത്. ഇപ്പോൾ ഒന്ന് പറഞ്ഞു തരാം. നിങ്ങളുടെ ലഗ്നമോ നിങ്ങളുടെ ചന്ദ്രനോ ഇവിടെയാണെന്ന് നിങ്ങൾ കരുതുക. നിങ്ങൾ ചന്ദ്രനും ലഗ്നവും ഇതൊക്കെ ഒരുമിച്ച് വേണേൽ വരാം. മേടക്കൂറുകാരൻ്റെ ഫലമല്ല പറയുന്നത്. മേടക്കൂറിലാണ് നിങ്ങളുടെ ചന്ദ്രൻ വരുന്നതെങ്കിലോ, ഇവിടെയാണ് വരുന്നതെങ്കിലോ, ഇവിടെയാണ് വരുന്നതെങ്കിലോ, ഇവിടെയാണ് വരുന്നതെങ്കിലോ, നിങ്ങൾ ചുമ്മാ ഒരു എല്ലാവരുടെയും കൂടെ പറയാനൊക്കത്തില്ലല്ലോ. അതുകൊണ്ട് ലഗ്നവും ചന്ദ്രനും ഇവിടെ വരുമ്പോൾ നിങ്ങൾ എഴുതി വെക്കണം, എൻ്റെ 1ാം ഭാവത്തിൽ ശുക്രൻ നിൽപ്പുണ്ട്, 2ാം ഭാവം ധനസ്ഥാനം, അതുപോലെ തന്നെ കുടുംബസ്ഥാനം. 2ാം ഭാവത്തെ കൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. ധനം, വിദ്യ, കുടുംബം. ഇത് ആത്മസ്ഥാനം, ലഗ്നം. 2ാം ഭാവം ധനം,
കുടുംബസ്ഥാനത്ത് ആരുമില്ല. ചുമ്മാ പറയുകയാണ്. നിങ്ങളുടെ ലഗ്നം ഇങ്ങനെയാണെങ്കിൽ, നിങ്ങൾ ഇവിടെയാണെങ്കിൽ നിങ്ങളുടെ 2ാം സ്ഥാനം ഇവിടെ വരും. നിങ്ങൾ ഈ ലഗ്നക്കാരനാണെങ്കിൽ നിങ്ങളുടെ 2ാം സ്ഥാനം ഇവിടെ വരും. നിങ്ങൾ ഈ ലഗ്നക്കാരനാണെങ്കിൽ നിങ്ങളുടെ 2ാം സ്ഥാനം ഇവിടെ വരും. ഇവിടെ പറയുമ്പോൾ ഇത് കൂട്ടരുത്. അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. അപ്പോൾ എൻ്റെ ഒരു ധനുക്കൂറിൻ്റെ പറഞ്ഞില്ല സാർ, മീനക്കൂറിൻ്റെ കാര്യം പറഞ്ഞില്ല, ഞങ്ങളെ മീനക്കൂറുകാരെ ഉപേക്ഷിച്ചോ, അങ്ങനെയല്ല. നിങ്ങളുടെ ലഗ്നം ഇവിടെ ആണെങ്കിൽ നിങ്ങളത് കണക്കൂട്ടി നോക്കിക്കോളൂ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരുടെയും കൂടെ പറയാനൊക്കത്തില്ലാത്തത് കൊണ്ട് ലഗ്നം ചന്ദ്രൻ ഇവിടെ നിങ്ങളെ എന്താണ്, ധനം, കുടുംബം, വിദ്യാസ്ഥാനം. ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം ചിന്തിക്കണമെങ്കിൽ ആ കുട്ടിയുടെ ബുധനെയും നോക്കും, വിദ്യാസ്ഥാനമായ 2ാം സ്ഥാനത്തെയും നോക്കും. സാറേ എനിക്ക് കടമാണ് ആകപ്പാടെ പ്രശ്നമാണ്. അപ്പം ഞങ്ങൾ നിങ്ങളെ ഗ്രഹനില അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കുമ്പം നിങ്ങളുടെ ലഗ്നം ഇവിടെയാണ്, സൂര്യനാണ് നിങ്ങളുടെ ധനത്തിൻ്റെ അധിപൻ. അപ്പം എനിക്ക് കടബാധ്യതയുണ്ട്. ഞങ്ങൾ നോക്കുമ്പം ഇവിടെയാണ് നിങ്ങളുടെ സൂര്യൻ നിൽക്കുന്നത്. നീചത്തിൽ നിൽക്കുകയാണ് സഹോദര. നിങ്ങളുടെ ധനത്തിൻ്റെ അധിപതിയായിട്ടുള്ള സൂര്യൻ നിങ്ങൾക്ക് നീചത്തിലാണ് നിൽക്കുന്നത്. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കണ്ട. അതിന് പകരം നിങ്ങളൊരു കാര്യം ചെയ്യും. ഞായറാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ പോയിട്ട് ഒന്ന് തൊഴുത് ജലധാരയും നടത്തി, ഒരു കൂളമാലയും ചാർത്തി, ഒരു നെയ്വിളക്കും കത്തിച്ച്, ഒന്ന് പ്രാർത്ഥിച്ച്, ഒരു നാണയം കൊടുത്തൊന്ന് പൂജിച്ചിട്ട് അത് പേഴ്സി വെച്ച് തൊഴുതു വരാൻ പറ്റുമോ? അങ്ങനെ വേണേൽ ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പറയും. അങ്ങനെ ചെയ്തു കഴിയുമ്പോഴത്തേക്കിന് എന്തായി, ധനപുരോഗതി വന്ന്. ഇത്രയും കാര്യമേ ഉള്ളൂ. അപ്പം അടുത്തതായിട്ട് നിങ്ങളുടെ ധനപുരോഗതി ഇല്ലാതെ നിൽക്കുമ്പോൾ നമ്മൾ നേരെ വ്യാഴത്തെ നോക്കും. വ്യാഴത്തിൻ്റെ സ്ഥിതി, വ്യാഴമാണല്ലോ ധനകാരകൻ. നമ്മുടെ ടോപ്പിക് അതല്ലെങ്കിലും ഈ ഒരു കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിന് ശേഷം നിങ്ങളുടെ അടുത്തുള്ള ജ്യോതിഷനെയോ അല്ലെങ്കിൽ യൂട്യൂബിൽ കാണുന്ന ഏതെങ്കിലും നല്ല ജ്യോതിഷന്മാരായിട്ടുള്ളവരെ ഒന്ന് വിളിച്ചിട്ട് നിങ്ങളുടെ ജാതകം പരിശോധിപ്പിക്കാൻ ശ്രമിക്കുക. എൻ്റെ അടുത്ത് അയച്ചു തന്നാൽ എനിക്ക് സമയമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നോക്കാൻ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലാക്കുക. അല്ലാതെ എനിക്ക് വേറെ അഹങ്കാരം ഉണ്ടായിട്ട് പറയുന്നതല്ല. നമുക്ക് സമയം കിട്ടത്തില്ല. ഒരാളുടെ ജാതകം നോക്കി ഒരാളോട് മറുപടി പറയണമെങ്കിൽ ഏകദേശം 3 മണിക്കൂർ വേണം. ഞാൻ ഇങ്ങനെ ഒരാളുടെ കണക്കൂട്ടി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റും എന്തുമാത്രം കണക്കൂട്ടലുകളുണ്ടെന്ന് നോക്കുക. ഒരാളുടെ ജാതകമാണ് ഇത്, രാശിയും ഇത് അംശകവുമാണ്. എന്തുമാത്രം ജോലി ചെയ്യാതെ ഒരാളുടെ കാര്യം പറയാനൊക്കത്തില്ല. അതല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നോക്കിയിട്ട് നിങ്ങൾ വിളിക്കുമ്പോൾ, ഫോൺ വിളിക്കുമ്പോൾ നമ്മുടെ അടുത്ത് ലാപ്ടോപ്പ് വെക്കണം. അതിനകത്ത് നിങ്ങളുടെ ഡേറ്റ് അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ ആ സോഫ്റ്റ്വെയറിൽ നിന്ന് നിങ്ങളുടെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ വരും. ലഗ്നം എവിടെ നിൽക്കുന്നു, ചന്ദ്രൻ എവിടെ നിൽക്കുന്നു, അങ്ങനെ നോക്കി പറയുന്ന ജ്യോതിഷം ഉണ്ടായിരിക്കും. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. എൻ്റെ ഇവിടെ കമ്പ്യൂട്ടറൊന്നും വെച്ചിട്ടില്ല. അപ്പം ഈ ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ നിങ്ങളതൊന്ന് മനസ്സിലാക്കുക. അടുത്തതായിട്ട് നമ്മൾ ഈ പറയുന്ന കാര്യത്തിൽ ലഗ്നം, സൂര്യൻ്റെ അവസ്ഥ, ബുധൻ്റെ അവസ്ഥ ഇതെല്ലാം പറഞ്ഞു. ഇപ്പോൾ ആകാശമണ്ഡലത്തിൽ നിലവിൽ ശുക്രൻ നിൽക്കുന്നത് ഇവിടെയാണ്. മിഥുനത്തിലാണ് സൂര്യൻ, ബുധൻ, വ്യാഴം, ചൊവ്വ, കേതു ചിങ്ങത്തിലാണ്. ഇവിടെ എങ്ങും ആരുമില്ല. അപ്പം നിങ്ങളുടെ ജാതകപ്രകാരം നമുക്കിങ്ങനെ ഓരോ സ്ഥാനങ്ങളിൽ ലഗ്നം, സൂര്യൻ വരുന്നതനുസരിച്ച് നിങ്ങളുടെ ജാതകത്തിലെ സ്ഥിതിയും ഇപ്പോൾ ഉള്ള സ്ഥിതിയും, ഇത് രണ്ട് സ്ഥിതികളാണ്. ഈ 2 സ്ഥിതികളും നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഇതാണ് കറക്റ്റ് ഗ്രഹസ്ഥിതി. ഇപ്പോൾ ഇതിനകത്ത് മാറ്റം വരുന്നത് ശുക്രനും മാറ്റമുണ്ട്, ബുധനും മാറ്റമുണ്ട്. അതാണിപ്പോൾ നമ്മൾ നോട്ട് ചെയ്തത്. ഇപ്പോൾ വ്യാഴത്തിന് സൂര്യൻ്റെ ഇതുകൊണ്ട് മൗഢ്യമുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന കാര്യം, നിങ്ങളുടെ ലഗ്നം ഇവിടെയാണ്, നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെയാണെങ്കിൽ നിങ്ങളുടെ ധനസ്ഥാനം, വിദ്യാസ്ഥാനം, അതുപോലെ തന്നെ കുടുംബസ്ഥാനം 2ാം ഭാവമായിരിക്കും. അപ്പം അടുത്ത ഇത് തന്നെ നിങ്ങൾ കണ്ടുകൂട്ടിക്കണം. നിങ്ങൾ ഓരോരുത്തരെയും ബുദ്ധിപൂർവ്വം ചിന്തിക്കുക. ജ്യോതിഷം നോക്കുന്നവർക്ക് പറയുന്നവർക്കും കുറച്ച് ബുദ്ധി വേണമെന്ന് പറയും. നിങ്ങൾ ബുദ്ധിയില്ലാത്തവരെന്നല്ല പറയുന്നത്. നിങ്ങളുടെ ലഗ്നം ഇവിടെയാണെങ്കിൽ നിങ്ങൾ ഇവിടോട്ട് നോക്കിയാൽ മതി. നിങ്ങളുടെ ലഗ്നം ഇവിടെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ മതി. ഈ പറയുന്ന ഉദാഹരണം എല്ലാവർക്കും വേണ്ടിയുള്ള കാര്യമാണ് പറയുന്നത്. അടുത്തതായിട്ട് നമ്മുടെ 3ാം ഭാവത്തെ കൊണ്ട് നമ്മുടെ വിക്രയസ്ഥാനം, സഹോദരസ്ഥാനം എന്ന് പറയും. വിക്രയസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. ക്രയവിക്രയങ്ങൾ, കൊടുക്കൽ വാങ്ങൽ, വരവ് ചെലവുകൾ, ഇതൊക്കെ പറയും. സഹോദരസ്ഥാനം 3ാം ഭാവം. ഇത് നോക്കേണ്ട, ഇവിടെ നിൽക്കുന്ന ഗ്രഹത്തെ നോക്കേണ്ട, നിങ്ങളുടെ ലഗ്നത്തെക്കുറിച്ചാണ് പറയുന്നത്. 4ാം സ്ഥാനം ഗൃഹം, വാഹനം, അതുപോലെ തന്നെ അമ്മ, സുഖസൗകര്യങ്ങൾ. അപ്പം 4ാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങളൊക്കെ നിങ്ങൾ ജനിക്കുന്ന സമയത്ത് നിൽക്കുകയാണെങ്കിലോ, ഇപ്പം ചാരവശാൽ നിൽക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് സുഖസൗകര്യങ്ങളും ഗുണങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറയും. ഇപ്പം ചാരവശാൽ എങ്ങനെയാണ് ഇതിൻ്റെ ഫലം പറയുന്നത് അടുത്തതായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇതൊന്ന് പറഞ്ഞതിന് ശേഷം 5ാം ഭാവം സന്താനസ്ഥാനം, മനസ്സിൻ്റെ സ്ഥാനം, മന്ത്രസ്ഥാനം, അതുപോലെ തന്നെ ദേശാടന സ്ഥാനം എന്നൊക്കെ പറയും. ഇപ്പം നിങ്ങൾ ഇന്ന് ജനിക്കുന്ന ഒരു കുട്ടിയുടെ ലഗ്നം ഇതാണെങ്കിൽ ഈ കുട്ടിയുടെ 5ാം ഭാവത്തിൽ ചൊവ്വയും കേതുവാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ മനസ്സിന് വിഷമങ്ങളുണ്ടാകും. അതുപോലെ തന്നെ അതിനുണ്ടാകുന്ന സന്താനങ്ങൾക്ക് ദുരിതങ്ങളുണ്ടാകും. ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകത്തില്ല.
അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ അതിന് പറയാൻ പറ്റും. ഇതല്ല ഇവിടുത്തെ വിഷയം എന്നുള്ളതുകൊണ്ടല്ല പറയുന്നത്. അടുത്തതായിട്ട് നമ്മുടെ 6-ാം ഭാവം, ഇതിൻ്റെ നിങ്ങൾ നോക്കിക്കൂ, 1, 2, 3, 4, 5, 6. 6-ാം ഭാവം ശത്രുസ്ഥാനം, രോഗസ്ഥാനം, 6-ാം ഭാവം. അടുത്തതായിട്ട് 7-ാം ഭാവം നിങ്ങളുടെ കളത്ര പുത്ര ഭാര്യ നിവൃത്തി സ്ഥാനം എന്ന് പറയും. ഇപ്പോൾ 7-ാം ഭാവം കൊണ്ട് ലഗ്നത്തിൻ്റെ 7-ാം ഭാവം, ചന്ദ്രൻ്റെ 7-ാം ഭാവം രണ്ടും കണക്ക് കൂട്ടിക്കോണം. എനിക്ക് ലഗ്നം നിങ്ങളെ പറയാനൊക്കത്തില്ല, പക്ഷേ നിങ്ങളുടെ ചന്ദ്രൻ ഏത് രാശിയിലാണ് നിൽക്കുന്നത് ഒരു നക്ഷത്രം പറഞ്ഞാൽ പറയാൻ പറ്റും. ഇപ്പോൾ ഒരാൾ പറയുക എൻ്റെ നക്ഷത്രം സാർ ഉത്തര നക്ഷത്രമാണ് എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ മകൻ നക്ഷത്രമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിങ്ങക്കൂറുകാരനാണ്, ഒറ്റയടിക്ക് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത് നിങ്ങൾ എന്നോട് പറയുകയാണ് ഞാൻ പൂയ നക്ഷത്രക്കാരനാണ്, നിങ്ങൾ കർക്കിടക കൂറുകാരനാണ്, നിങ്ങൾ രോഹിണി നക്ഷത്രക്കാരനാണ്, അശ്വതി ഭരണി കാർത്തികകാലി രോഹിണി വരുന്ന ഇടവ കൂറുകാരനാണ്. അടുത്ത് എന്നോട് പറയുക അനിഴം നക്ഷത്രക്കാരനാണ്, നിങ്ങൾ വൃശ്ചിക കൂറുകാരനാണ്. പക്ഷേ നിങ്ങളുടെ ജാതകത്തിൽ ഈ ലഗ്നം എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് അറിയാനൊക്കത്തില്ല. ലഗ്നത്തെ കൊണ്ട് ഇന്നലെ ഒരു വാസ്തു എന്ന് പറഞ്ഞൊരു കക്ഷി ഇതിനോട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് കക്ഷിക്ക് കുറച്ചറിയാം, നമുക്കിതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ എന്നുള്ള രീതിയിലായിരിക്കണം ചോദിച്ചത്. ലഗ്നത്തെ കൊണ്ടാണോ ചന്ദ്രനെ കൊണ്ടാണോ ഫലം ചിന്തിക്കുന്നതെന്ന് ചോദിച്ചാൽ ലഗ്നത്തെ കൊണ്ട് മുഴുവൻ ചിന്തിക്കും, ഫലം ചിന്തിക്കും. ചന്ദ്രനെ കൊണ്ട് അതിൻ്റെ പകുതി ഫലം ചിന്തിക്കും. പക്ഷേ ജാതകപരമായിട്ട് നമുക്കിപ്പം ഓരോരുത്തരുടെ ലഗ്നം എവിടെയാണെന്ന് കറക്കൂടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ചന്ദ്രൻ്റെ സ്ഥിതി വെച്ച് വിവരങ്ങൾ പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ 7-ാം ഭാവത്തിനെക്കുറിച്ച് പറഞ്ഞു. ഭാര്യാസ്ഥാനം, കളത്രസ്ഥാനം, നിവൃത്തിസ്ഥാനം എന്ന് പറഞ്ഞു. 8-ാം ഭാവം കൊണ്ട് ആയുസ്സിൻ്റെ സ്ഥാനം, അതുപോലെ തന്നെ നഷ്ടം എന്ന് പറയാനൊക്കത്തില്ല, നമുക്ക് അരിഷ്ടാസ്ഥാനം എന്ന് പറയും. അരിഷ്ടങ്ങളുണ്ടാകുക, ദുരിതങ്ങളുണ്ടാവുക, ആ സ്ഥാനമാണ് 8-ാം ഭാവം. ഇനി നിങ്ങളുടെ ലഗ്നം ഇവിടെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെയാണെങ്കിൽ നിങ്ങളുടെ 8-ാം ഭാവം എവിടെ വന്നു? ഇത് വന്നു. നിങ്ങൾ ഈ ധനുക്കൂറുകാരനാണെങ്കിൽ നിങ്ങളുടെ 8 ഇവിടെ വന്നു, ഇവിടെ വന്നു. നിങ്ങൾ ഈ കൂറുകാരനാണോ, ഈ ലഗ്നക്കാരനാണെങ്കിൽ നിങ്ങളുടെ 8 എവിടെ വന്നു? ഇത് വന്നു, മീനം വന്നു. അതുപോലെ നിങ്ങൾ 12 രാശിക്കാരും ചിന്തിക്കുക. അപ്പോൾ ഒരാളുടെ കാര്യം പറയുമ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യവും ഇതിനകത്ത് വരുന്നുണ്ട്. ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ പറയാൻ പോയി കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരു 7-8 മണിക്കൂർ എടുക്കേണ്ടതായിട്ട് വരും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ തോന്നത്തില്ല. അടുത്തതായിട്ട് 9-ാം ഭാവം ഭാഗ്യസ്ഥാനം, പിതൃസ്ഥാനം. ഈ ലഗ്നക്കാരൻ്റെ 9-ാം ഭാവം ഏതാ? ഭാഗ്യസ്ഥാനം. ഞാൻ നേരത്തെയുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? ധനു. ഇതിൻ്റെ അധിപനാരാണ്? വ്യാഴം. മേടക്കൂറുകാർക്ക് വ്യാഴമാണ് ഭാഗ്യാധിപനും പിതാവിൻ്റെ സ്ഥാനകനും. എന്താ പിതാവിൻ്റെ കാര്യം പറയുമ്പോൾ പിതാവിൻ്റെ സ്വത്തുക്കൾ കിട്ടുക, പിതാവിൻ്റെ ഇപ്പം അച്ഛൻ ഒരു മജിസ്ട്രേറ്റ് ആണെങ്കിൽ നമ്മൾ ആ ഒരു പവറിൽ പോതില്ല. എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് മജിസ്ട്രേറ്റാണ്, നിങ്ങൾ എവിടെ നിന്ന്? ഞാൻ ഇന്ന ആളുടെ മജിസ്ട്രേറ്റിൻ്റെ മോനാണ്, ഞാൻ CIയുടെ മോനാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ അപ്പൂപ്പൻ കളക്ടറുടെ നിന്ന് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ നിന്നൊക്കെ പട്ടം വാങ്ങിയിട്ടുള്ള ആളാണ് എന്നൊക്കെ നമ്മൾ പിതൃസ്ഥാനത്തെക്കുറിച്ച് പറയും. പിതൃ സ്വത്തുക്കൾ അനുഭവിക്കുക, പിതൃപരമ്പരയിൽ നിന്നുള്ള ഗുണങ്ങളുണ്ടാവുക, ഇതൊക്കെ 9-ാം ഭാവം കൊണ്ട് ചിന്തിക്കും. നേരെ മറിച്ച് നമ്മുടെ അച്ഛൻ കുറച്ച് കാലമൊക്കെ ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ മിണ്ടുവോ? അതും പറയാം. അപ്പം പിതൃസ്ഥാനം, ഭാഗ്യസ്ഥാനം ഒരാളിൻ്റെ ലഗ്നത്തിൻ്റെയോ ചന്ദ്രൻ്റെയോ 9-ാം ഭാവം കൊണ്ട് ചിന്തിക്കണം എന്നാണ് പറയുന്നത്. ഇത് മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. 10-ാം ഭാവം കൊണ്ട് തൊഴിൽ ചിന്തിക്കണം. 10-ാം ഭാവം ലഗ്നത്തിൻ്റെ 10-ാം ഭാവം കർമ്മസ്ഥാനം. 11 കൊണ്ട് ലാഭം, 12 കൊണ്ട് നഷ്ടസ്ഥാനം, അതുപോലെ തന്നെ നാശസ്ഥാനം എന്ന് പറയും. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത് ലക്ഷ്മി യോഗം, മഹാലക്ഷ്മി യോഗം, അതുപോലെ തന്നെ കുബേര യോഗം, ധനയോഗം, ഇത്രയും കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ശുക്രൻ നിലവിൽ നിൽക്കുന്നത് മേടൻ രാശിയിലാണ്. ഈ മേടത്തിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് ഈ വരുന്ന 29/6/2025 പ്രവേശിക്കുന്നുണ്ട്, ഒരു മാസത്തേക്ക്. ആ ഒരു മാറ്റമാണ് മഹാലക്ഷ്മി യോഗം പ്രധാനമായിട്ട് വരാൻ പോകുന്നത്. കാരണം ശുക്രൻ സ്വക്ഷേത്രത്തിൽ നിൽക്കുകയോ കേന്ദ്രസ്ഥാനങ്ങളിൽ നിൽക്കുകയോ മൂലത്രികോണ സ്ഥാനങ്ങളിൽ നിൽക്കുകയോ ചെയ്യുമ്പോൾ മഹാലക്ഷ്മി യോഗം സംഭവിക്കും. ഒരുപാട് ജ്യോതിഷന്മാർ വീഡിയോ ചെയ്യുന്നുണ്ട്, അവർക്കൂടെ വേണമെങ്കിൽ മനസ്സിലാക്കിക്കോട്ടെ. ജ്യോതിഷന്മാരെ പഠിപ്പിക്കാനല്ല പറയുന്നത്, ജ്യോതിഷത്തെക്കുറിച്ച് മുഖമൊക്കെ കാണിക്കാതെ ഒരുപാട് പേര് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇന്ന് ഇത് സംഭവിക്കും. നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രക്കാരുണ്ടോ? ഇതായിരിക്കും അവരുടെ ഫ്രണ്ടിലെ നമ്മൾ കാണുമ്പോൾ അതായിരിക്കും, അയ്യോ ഇന്നിത് സംഭവിക്കും, എന്തോ സംഭവിക്കുന്നത്. ഉടനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, അവരുടെ കഥ പറച്ചിലായിരിക്കും പിന്നെ കേൾക്കുന്നത്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒരു 8-9 മിനിറ്റ് വീഡിയോ അടിച്ചങ്ങ് വിടും. അപ്പം അതല്ല നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ അല്ലാതെ ഒരുപാട്
ബഹുമാനപ്പെട്ട ജ്യോതിഷന്മാർ ഇതിനകത്ത് വീഡിയോ ചെയ്യുന്നുണ്ട്, നല്ല അഗ്രഗണ്യരായിട്ടുള്ളവരുണ്ട്. നമുക്ക് തോന്നുന്നു അവർക്കൊന്നും അറിയത്തില്ല, അല്ലെങ്കിൽ അവർ പതുക്കെ പറയുവാണ്, ഒരു സമാധാനത്തെ പറയുന്ന ഒരുപാട് പേര് ഇതിനകത്തുണ്ട്, യൂട്യൂബിലുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളായിട്ട് ഒരുപാട് പേര് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അവർ വന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ ക്ഷമയോടുകൂടി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അതല്ലാതെ ഈ ജ്യോതിഷവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരുപാട് പേര് ഇവിടെ ഇരുന്നിട്ട് ജ്യോതിഷം പറഞ്ഞിട്ട് അവരാണ് ഏറ്റവും കൂടുതൽ പൈസ ഇതിനകത്തുനിന്ന് ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. മറ്റുള്ളവർക്ക് വ്യൂസ് കുറവും, ഇവർക്ക് ഒരുപാട് വ്യൂസ് ഉള്ളവരുമാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ തമ്പനയിൽ എന്ന് പറയും. ഇതിനകത്ത് തമ്പനയിൽ എന്ന് വെച്ചാൽ ഫ്രണ്ടിലെ പോസ്റ്റർ എന്ന് പറയും. പണ്ട് നമ്മളൊരു സിനിമ കാണാൻ പോകുന്നത് എങ്ങനെയാണ്, നസീറിനെയും സീമയൊക്കെ കാണുന്ന ഒരു പോസ്റ്റർ കാണും. ആ പോസ്റ്റർ കാണുമ്പോൾ നമുക്കൊരു ചില കഥകളുമായിട്ട് ബന്ധപ്പെട്ട് അവർ ചിലപ്പം ലോറി വേഷത്തിലായിരിക്കും നിൽക്കുന്നത്, സീമ ചേച്ചി ഒരു ബ്ലൗസും ഒരു പാവാടയൊക്കെ ഇട്ടിട്ടായിരിക്കും നിൽക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ആ സിനിമ കാണാനൊരു ഇമ്പ്രഷൻ കിട്ടുക എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ പോസ്റ്റർ ഇട്ടിട്ട് ആളിനെ കയറ്റിയിട്ട് അവർ വീഡിയോ കാണിപ്പിച്ചിട്ട് കബളിപ്പിച്ച് കാശ് ഉണ്ടാക്കുക, യൂട്യൂബിലിരുന്ന് കാശുണ്ടാക്കുക എന്ന് പറയും. ആരെയും കുറ്റപ്പെടുത്തി പറയില്ല, അങ്ങനെ ചെയ്യരുത് എന്നാണ് നിങ്ങളോട് എനിക്ക് സ്നേഹപൂർവ്വം ഉപദേശിക്കാനുള്ളത്. ഞാൻ ഏറ്റവും വലിയ മിടുക്കനായ ജ്യോത്സ്യനാണ് എന്നുള്ള ഭാവത്തിലല്ല അത് പറയുന്നത്. നിങ്ങൾ ആരെ പറ്റിക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുന്നവർ, പാവപ്പെട്ടവർ, ധനമില്ലാത്തവർ, കഷ്ടം അനുഭവിക്കുന്നവർ ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ തിരുമേനി ഇതെല്ലാം ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഇതെല്ലാം പറയുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ജാതകം അയച്ചു തന്നാൽ എനിക്ക് നോക്കാനുള്ള സമയം ഉണ്ടെങ്കിൽ നോക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ശുക്രൻ ഇപ്പോൾ നിലവിൽ എവിടെ നിന്നാലും ഒരേ ഫലമായിരിക്കും. പക്ഷേ ഈ വരുന്ന ഇടവത്തിലോട്ട് കടക്കുന്ന ജൂൺ 29-ാം തീയതി ഇടവത്തിലേക്ക് കടക്കുന്നതിനൊരു പ്രാധാന്യമുണ്ട്. ഇതാണ് ഈ വിഷയം, ഈ ടോപ്പിക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം വ്യാഴം തൊട്ട് 2-ാം ഭാവത്തിലുണ്ട്. വ്യാഴ ശുക്രന്മാർ അടുത്ത് വരുന്ന ഒരു കാലഘട്ടം വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് കഴിഞ്ഞാൽ അടുത്ത മാസം വീണ്ടും ശുക്രൻ മിഥുനത്തിലോട്ട് കടക്കും. അപ്പം ലക്ഷ്മി നാരായണ യോഗം ഉണ്ടാകാൻ പോവുകയാണ്. തൊട്ടടുത്ത മാസമാണ്, ഈ മാസമല്ല. അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ ലക്ഷ്മി നാരായണ യോഗം സംഭവിക്കുക, ലക്ഷ്മിയും വിഷ്ണുവും ലക്ഷ്മിയും കൂടെ യോജിക്കുന്നു. പ്രപഞ്ചത്തിലുള്ള എല്ലാവർക്കും, ആ ഗൃഹസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും അതിൻ്റെ ധനയോഗം ഉണ്ടാകാൻ പോവാണ്. അതിൻ്റെ വീഡിയോ തൊട്ടടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പറയുന്ന ലക്ഷ്മി കുബേര യോഗത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ കൂടെ ശുക്രൻ ഇടവത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ശുക്രൻ ഇങ്ങോട്ട് മറിഞ്ഞു. ശുക്രൻ അത് ഈ വരുന്ന നമുക്കിത് വായിക്കാം, അല്ലെങ്കിൽ ശരിയാവത്തില്ല. നിലവിൽ ശുക്രൻ ഇവിടെയാണ് നിൽക്കുന്നത്. ഇപ്പം ഇങ്ങോട്ട് മാറുന്നതിൻ്റെ ഫലസിദ്ധിയാണ് നമ്മളിന്ന് പറയുന്ന വീഡിയോ. അപ്പോൾ ശുക്രൻ ഇങ്ങോട്ട് മാറുമ്പോഴത്തേക്കിന് ശുക്രൻ സ്വക്ഷേത്രത്തിലോ 4-ാം ഭാവത്തിലോ കേന്ദ്രസ്ഥാനത്തിലോ 5-ാം ഭാവത്തിലോ നിൽക്കുമ്പോൾ ആണ് മഹാലക്ഷ്മി യോഗം ഉണ്ടാകുന്നത്. വ്യാഴം സ്വക്ഷേത്രത്തിലോ കേന്ദ്രസ്ഥാനങ്ങളിലോ ത്രികോണസ്ഥാനത്തിലോ നിൽക്കുമ്പോഴാണ് കുബേരയോഗം സംഭവിക്കുന്നത്. അത് നിങ്ങൾ ഗ്രന്ഥമെടുത്ത് നോക്കിക്കോളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ജ്യോതിഷനെ വിളിച്ച് ചോദിച്ചുകൊള്ളൂ. അപ്പോൾ ആർക്കൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഉടനെ തന്നെ പറയുകയാണ്. അശ്വതി ഭരണി കാർത്തിക കാലുകാർക്ക് നേരത്തെ പറഞ്ഞു ധനസ്ഥാനത്തേക്ക് 2-ാം ഭാവത്തിലേക്ക് മാറുന്നു. അവർക്ക് ലക്ഷ്മി കുബേര യോഗമല്ല വരാൻ പോകുന്നത്. അവർക്കുണ്ടാകുന്നത് ധനയോഗം, വിദ്യായോഗം, അതുപോലെ തന്നെ കുടുംബ സൗഖ്യം ഉണ്ടാകുന്ന യോഗത്തിലേക്കാണ് അശ്വതി ഭരണി കാർത്തിക കാലുകാർക്ക് ശുക്രൻ്റെ സ്ഥിതി മാറാൻ പോകുന്നത്. അത് നിങ്ങൾ എഴുതി വെക്കുക, ഒരു പേനയും പേപ്പറും എടുത്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ ഗുണമുണ്ടാകും. അടുത്തതായിട്ട് പിന്നെ ഇടവത്തിൽ വരുന്ന ആരാ, കാർത്തിക മുക്കാല് രോഹിണി മകരത്തരക്കാർക്ക് ലക്ഷ്മി കുബേര യോഗം നേരെ അവർക്ക് ജന്മത്തിൽ സംഭവിക്കുകയാണ്. ജന്മത്തിൽ വെച്ചാൽ ആത്മസ്ഥാനം, സുഖസ്ഥാനം, ആയുർസ്ഥാനം എന്നെല്ലാം പറയും. നിങ്ങളോടൊപ്പം തന്നെ ശുക്രൻ വരികയാണ്. ഇടവത്തിൽ ആരൊക്കെയുള്ളത്? കാർത്തിക മുക്കാല് രോഹിണി മകരത്തര. അപ്പോൾ ശുക്രൻ നിങ്ങളോടൊപ്പം വരുന്നു. ഇനിയാണ് നിങ്ങൾ ജാതകത്തെ ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ ലഗ്നപ്രകാരം ശുക്രൻ എവിടെ നിൽക്കുന്നു, ദോഷത്തിലാണോ നിൽക്കുന്നത്, 3, 6, 8, 12 ഭാവത്തിലാണോ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ ലഗ്നം വരുന്നത് ഇവിടെയാണെന്ന് ചുമ്മാ കരുതുക. കന്നി, നിങ്ങളുടെ ഒരു ജാതകത്തിൽ ഞാൻ ഉദാഹരണം പറയാം, ഇതുപോലെ എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റും. 12 കൂറുകാർക്കും ഈ പറഞ്ഞതുപോലെ ഒരാളെ കാണിച്ചാൽ എല്ലാവർക്കും അതുപോലെ എണ്ണാൻ പറ്റും. നിങ്ങളുടെ ലഗ്നം ഇവിടെയാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ ശുക്രൻ ഇവിടെയാണ് നിൽക്കുന്നത് എന്ന് കരുതുക. 1, 2, 3, 4, 5, 6. അപ്പം നിങ്ങൾ ജനിച്ച സമയത്ത് ശുക്രൻ ദോഷസ്ഥാനത്താണ് നിൽക്കുന്നത്. അത് കൂടാതെ നമ്മളിവിടെ പറഞ്ഞു
കാർത്തിക മുക്കാല് രോഹിണി മകേരത്തര നക്ഷത്രക്കാരനാണ്. ഈ കക്ഷിയുടെ ലഗ്നവും ഇവിടെയാണ്, അല്ലെ ചന്ദ്രൻ ഇവിടെയാണല്ലോ, ലഗ്നം ഇവിടെയാണെന്ന് കരുതുക. ശുക്രൻ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിലും മൂലക്ഷേത്രത്തിലാണ് നിൽക്കുന്നതെങ്കിലും 1, 2, 3, 4, 5 6-ാം ഭാവത്തിലായിപ്പോയി. അതുപോലെ തന്നെ 8-ാം ഭാവത്തിലായി. ഇപ്പോൾ ഈ ലഗ്നക്കാരനാണ് ഈ കക്ഷിക്ക് ഇവിടെയാണ് ശുക്രൻ നിൽക്കുന്നതെന്ന് കരുതുക. 1, 2, 3, 4, 5, 6, 7, 8. അതുപോലെ തന്നെ 12-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ 3-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വന്നിരിക്കുന്ന ലക്ഷ്മി കുബേര യോഗത്തിൻ്റെ ഫലം ഉണ്ടെങ്കിലും ശുക്രൻ ജന്മാൽ ഇങ്ങനെ 3, 6, 8, 12 ഭാവങ്ങളിൽ പോയി നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ സാക്ഷാൽ ശ്രീ മഹാലക്ഷ്മി ദേവിക്ക്, അന്നപൂർണേശ്വരിക്ക് താമരമൊട്ടുകൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യണം. അതല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട കാര്യം വരത്തില്ല. നിങ്ങൾക്ക് ഈ പറയുന്ന അനുകൂലമായിട്ടുള്ള ഗുണം, ധനപുരോഗതി, ഐശ്വര്യം, ഗൃഹ, വാഹന, വസ്ത്ര, ആഭരണ ലാഭം ഇത്രയും സംഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങളൊന്നും ചെയ്യേണ്ടി വരത്തില്ല, ഈ ഫലം ഉണ്ടാകും. അടുത്തതായിട്ട് മിഥുനക്കൂറുകാർക്ക് ഇവിടെ പോയി ശുക്രൻ 12-ലേക്ക് ആണ് വരുന്നത്. അപ്പോൾ 12 എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ കണക്ക് 3, 6, 8, 12 ഭാവം എന്ന് പറയുമ്പം ശുക്രനെ കൊണ്ടുള്ള ലക്ഷ്മി മഹാലക്ഷ്മി യോഗം ഇവർക്ക് ഇപ്പോഴില്ല. അതിൻ്റെ കാരണം ശുക്രൻ 12-ലാണ്. മകേരത്തരയും തിരുവാതിരയും പുണർതത്തിൽ മുക്കാൽ വരുന്ന വിദേശത്തുള്ള അല്ലെങ്കിൽ സ്വദേശം വിട്ട്, ഇപ്പം ജന്മദേശം, ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ കുടുംബ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ജന്മസ്ഥലത്ത് നിന്നാണ് ജോലിക്ക് പോയി വരുന്നത്. അതിന് പകരമായിട്ട് നിങ്ങൾ ബാംഗ്ലൂരോ ഗുജറാത്തിലോ അഹമ്മദാബാദിലോ സൗദിയിലോ ഖത്തറിലോ ഒമാനിലോ സിംഗപ്പൂരിലോ ഒക്കെയാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ലക്ഷ്മി കുബേര യോഗം നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവത്തിൽ വരും. ഇത് മനസ്സിലാക്കണം. നിങ്ങളുടെ ജന്മദേശത്ത് നിന്ന് നിങ്ങൾ ജോലിക്ക് പോയി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന മകേരത്തരയും തിരുവാതിരയും പുണർത്തത്തിൽ മുക്കാലുകാർക്ക് ഇപ്പോൾ മഹാലക്ഷ്മി യോഗം വരത്തില്ല. പക്ഷേ കുബേര യോഗമുണ്ട്. അത് വ്യാഴത്തിൻ്റെ സ്ഥിതി ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് നേരത്തെ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വരുന്ന ജൂലൈ മാസം 10-ാം തീയതി വരെ നിങ്ങൾക്ക് വ്യാഴം മൗഢ്യത്തിലാണ്, ബലം കുറഞ്ഞ് നിൽക്കുകയാണ്. സൂര്യൻ്റെ പ്രഭാവം കൊണ്ട് വ്യാഴത്തിന് ബലക്കുറവുണ്ട്. അതിനാൽ നിങ്ങൾ വിഷ്ണു പൂജകൾ ചെയ്ത് പ്രാർത്ഥിക്കണം. കർക്കിടകൂറുകാർക്ക് പുണർതത്തിൽക്കാലും പൂയ ആയില്യക്കാർക്ക് ലാഭസ്ഥാനത്ത് ഒറ്റക്കാര്യം ചിന്തിച്ചോളൂ. നിങ്ങളുടെ ലാഭസ്ഥാനത്ത് ശുക്രൻ വന്നിരിക്കുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ ഫലം? മഹാലക്ഷ്മി യോഗം സംഭവിച്ചിരിക്കുന്നു. എവിടെയാണ്? 11-ൽ സംഭവിക്കുന്നു. അശ്വതി ഭരണികാർക്ക് ധനസ്ഥാനം സംഭവിക്കുന്നു. മിഥുനക്കൂറുകാർക്ക് 12-ൽ സംഭവിക്കുന്നു. പുണർദത്തിൽക്കാലം പോയ ആയില്യക്കാർക്ക് ലാഭസ്ഥാനത്ത് സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ എന്തായി? നിങ്ങൾക്ക് ലാഭം, ധനലാഭം, വസ്ത്രാഭരണ ലാഭം, ഇത്രയും ലാഭങ്ങളാണ് പറയുന്നത്. ഭാര്യാസ്ഥാനം, ഭർത്തൃസ്ഥാന ലാഭം, കല്യാണം കഴിക്കാത്തവർക്ക് കല്യാണ ലാഭം ഉണ്ടാവും. കല്യാണം കഴിച്ചിട്ട് പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ അത് ഗുണദോഷമായി മാറും. ഭാര്യാ കുടുംബത്തിൽ നിന്നോ ഭർത്തൃ കുടുംബത്തിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലാഭ സമയമാണ്. ഈ സമയത്ത് നിങ്ങൾ പോയി അമ്മയെടുത്ത് ചോദിക്കണം, അമ്മേ നമുക്ക് ഭൂമിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ക്രയവിക്രയമൊക്കെ ചെയ്താലോ? ശരിയാ മോനെ, നമുക്കിപ്പോൾ തന്നെ ചെയ്തേക്കാമെന്ന് പറയും. അമ്മയെ പണയം വെച്ചിരിക്കുന്ന സ്വർണം പെങ്ങൾക്ക് വേണ്ടിയിട്ടോ അങ്ങളമാർക്ക് വേണ്ടിയിട്ടോ പണയം വെച്ചിട്ടുള്ളവല്ലോ ഉണ്ടെങ്കിൽ ഒന്ന് എടുക്കാവോ? ഇപ്പോൾ എടുക്കാം മോനെ. ഇപ്പം ആ ഒരു കാര്യത്തിലൂടെ ചിന്തിച്ച് വയ്ക്കണം. ഞാൻ വേറെ ഒരുപാടൊന്നും കുടുംബകഥയൊന്നും പറയുന്നില്ല. അപ്പം വസ്ത്രാഭരണ ലാഭം, ആരെങ്കിലും വസ്ത്രം കൊണ്ടുതരും, ആഭരണം കൊണ്ടുതരും, പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്തു തരും. അപ്പം കർക്കിടകൂറുകാർക്ക് ലാഭസ്ഥാനത്ത് വരുമ്പോൾ ലാഭത്തെക്കുറിച്ച് പറയാനായി പറയുന്നത്. പുണർദത്തിൽക്കാലും പൂയോ ആയില്യം വരുന്നവർക്ക് ഈ പറയുന്ന ശുക്രൻ്റെ സ്ഥിതി കാരണം ഇതിൻ്റെ ഗുണമുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ശുക്രൻ ജാതകപരമായിട്ട് എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങളുടെ ജാതകം നോക്കി മനസ്സിലാക്കാനാണ് ഇത്രയും ശ്രമം ഞാൻ നടത്തുന്നത്. ഇത് പാഴ്ശ്രമമായി പോയാൽ എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. കാരണം കുറച്ച് ബുദ്ധിപരമായിട്ടും ക്ഷമയോടുകൂടി ഇരുന്ന് വേണം ഈ വീഡിയോ കാണാൻ. വീഡിയോ കാണുന്ന ഒരാളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. എൻ്റെ പ്രേക്ഷകരാണ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഇഷ്ടപ്പെടുന്നവരാണ്, നല്ല കമൻ്റ് അയക്കുന്നവരാണ്. നിങ്ങളോട് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മനസ്ഥിതിയുള്ളവരുണ്ട്, 3 മനസ്ഥിതിയുണ്ട്, പല മനസ്ഥിതിയുള്ളവരുണ്ട്. വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് പണപരമായിട്ട് വീഡിയോ കണ്ടിട്ട് അവർക്ക് ധനം കൂടുതൽ കിട്ടുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. രണ്ടാമത് ക്ഷമയില്ലാതെ കാണുന്നവരുണ്ട്. ഇങ്ങനെ കുറച്ച് അങ്ങോട്ട് മാറ്റി കാണുക എന്ന് പറയും. ഞാൻ കർക്കിടകൂറുകാരനല്ലേ, പിന്നെ ഞാനെന്തിനാ മേടത്തിൻ്റെ കാര്യം പറയുമ്പോൾ കേൾക്കുന്നത്? പക്ഷേ ഈ മേടത്തിൻ്റെ കാര്യം പറയുന്നത് കർക്കിടക്കാരന് ഗുണമാണ്, കുംഭക്കാരനും ഗുണമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ ചാനലിൻ്റെ വീഡിയോകളും കൂടി ഇരുന്നിട്ട് കാണേണ്ട കാര്യം വരത്തില്ല. ഒറ്റ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ ഈ കാര്യം മനസ്സിലായി. ഇത് തെറ്റാണ് എങ്കിൽ നിങ്ങളിത് പറയണം, വീഡിയോയിലൂടെ മെസ്സേജ് അയക്കണം. നിങ്ങൾ പറഞ്ഞ ഭാവം തെറ്റ്, ചിലപ്പം വല്ല നാക്കുപിഴ വന്ന് പോയെന്നിരിക്കും. അതല്ല
ഖണ്ഡിക്കുക എന്ന് പറഞ്ഞാൽ തെളിവ് വെച്ച് ഖണ്ഡിക്കണം. അപ്പോൾ പറയണം ഇന്നതാണ്, അങ്ങനെയല്ല, നിങ്ങൾ പറഞ്ഞ് തെറ്റാ. ഞാൻ പറയുന്നു, പുണർദത്തിൽ കാലം പോയി ആയില്യം നക്ഷത്രക്കാർക്ക് ലാഭസ്ഥാനത്ത് ശുക്രൻ വരുമ്പോൾ ഈ പറയുന്ന ഇത്രയും ലാഭഗുണങ്ങളുണ്ടാവും. കളത്രപുത്ര ഗുണമുണ്ടാവും. കല്യാണം നടക്കാത്തവർക്ക് കല്യാണം നടക്കും. ഭാര്യ കുടുംബ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് വിട്ടൊഴിഞ്ഞു മാറും. ധാരാളം വിവാഹ കാര്യങ്ങളൊക്കെ അടുത്ത് വരും. കല്യാണം നടക്കാത്തവർക്ക് അതെല്ലാം മംഗളകാര്യങ്ങൾ വരും. വസ്ത്ര ആഭരണ ലാഭം ഉണ്ടാവും. സമ്പത്ത് വർദ്ധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഭാര്യാപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം വിട്ടൊഴിഞ്ഞു മാറും. ദാമ്പത്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറും. അതുപോലെ തന്നെ ഉത്സാഹം ഉണ്ടാവും. സംഭാഷണ ചാതുര്യം വർദ്ധിക്കും. അലങ്കാരപ്രിയം വർദ്ധിക്കും. നിങ്ങൾക്ക് നൃത്തം, ഇതുപോലെ കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും എന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെ സിനിമയ്ക്കൊക്കെ പോകാം. അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ മാറിയെടുക്കാനും ഒക്കെയുള്ള ഒരു സമയമുണ്ട് എന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. അത് സംഭവിക്കുന്നില്ല എന്നുവരിൽ നിങ്ങളുടെ ജാതകത്തിലെ ശുക്രൻ എവിടെ നിൽക്കുന്നു നോക്കിയാൽ മതി. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ലഗ്നാലോ ചന്ദ്രാലോ 3, 6, 8, 12 ഭാവങ്ങളിലാണോ നിൽക്കുന്നത് എന്നൊന്ന് എണ്ണി നോക്കുക. അതല്ലെങ്കിൽ ശുക്രൻ്റെ നീചസ്ഥാനം ഞാൻ പറയാം. ശുക്രൻ നീചത്തിലാവുക എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ശുക്രൻ നീചത്തിലാവുന്നത്. ശുക്രൻ ഉച്ചരാശി എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും ബലവാനായിട്ട് നിൽക്കുക. ശുക്രൻ്റെ സ്വക്ഷേത്രവും മൂലക്ഷേത്രവുമാണ് ഇത് രണ്ടും. അപ്പോൾ ഇവിടെയൊക്കെ നിൽക്കുന്ന ഒരാൾക്കാരോ യാതൊരു കാരണവശാലും വിഷമിക്കേണ്ട കാര്യമില്ല. അടുത്തതായിട്ട് മഹാലക്ഷ്മി യോഗം ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന അടുത്ത ഒരു കൂറുകാരനാണ് ഈ പറയുന്ന മകം പൂര ഉത്രത്തിക്കാലുകാർക്കാണ് ആദ്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മഹാലക്ഷ്മി യോഗത്തിൻ്റെ ഫലം വരുന്നത്. നിങ്ങൾക്ക് കേന്ദ്രഭാവത്തിലാണ് ശുക്രൻ്റെ സ്ഥിതി. ജ്യോതിഷം അറിയാതെ ജ്യോതിഷം ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, ഇതാണ് മഹാലക്ഷ്മി യോഗം വരുന്നത്. മകം പൂര ഉത്രത്തിക്കാലുകാർക്ക് ഇപ്പോൾ ജന്മത്തിൽ ചൊവ്വയും കേതുവും നിൽപ്പുണ്ടെങ്കിലും ചൊവ്വ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. കേതുവിന് ഒന്നും ചെയ്യാനൊക്കാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം കേതുവിനെ വെട്ടുന്ന പവറാണ് ചൊവ്വയ്ക്ക്. അതായത് നിങ്ങളുടെ യോഗകാരകൻ എന്ന് പറയും. യോഗകാരകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ജ്യോതിശാസ്ത്രപരമായിട്ട് നിങ്ങൾ ക്ഷമയോടുകൂടി ഈ വീഡിയോ കാണുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനൊക്കത്തുള്ളൂ. അപ്പം 1-2 യോഗങ്ങളല്ല, രാജയോഗം, ധനികയോഗം, നിർധനയോഗം, സരസ്വതി യോഗം, ഭൂനാഥയോഗം, വാഹനയോഗം, ചന്ദ്രയോഗം, അധമയോഗം, മധ്യയോഗം, സുനഭായോഗം, അതിയോഗം, വരിഷ്ഠയോഗം, ദുരിതുരായോഗം, വസുമതിയോഗം, മഹാഭാഗ്യയോഗം, ഗൗരിയോഗം, ഇന്ദ്രയോഗം, അമരായോഗം, കേസരി യോഗം, ഇങ്ങനെ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിരിക്കുക. ഹരിപ്രസാദ് ഉണ്ടാക്കിയ ഗ്രന്ഥമല്ല. അപ്പോൾ ഈ ഗ്രന്ഥങ്ങളിൽ എന്ത് പറയുന്നു? ഇങ്ങനെയുള്ള യോഗം എന്താണ്ടേ മഹാലക്ഷ്മി യോഗം. ആർക്കെങ്കിലും നിങ്ങൾക്ക് വീഡിയോയിൽ കൂടെ കാണുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അതാണ്ടേ മഹാലക്ഷ്മി യോഗം ഹരിപ്രസാദ് ഉണ്ടാക്കിയ യോഗമല്ല. അപ്പോൾ ഈ യോഗത്തെക്കുറിച്ച് നിങ്ങളെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം മഹാലക്ഷ്മി യോഗം ആർക്കാണ് വരുന്നത്? ആദ്യം വേറെ ആൾക്കാർക്കും ഉണ്ട്. മകം പൂര ഉത്രത്തിക്കാലുകാർക്ക് ജന്മത്തിൽ ചൊവ്വ നിൽപ്പുണ്ടെങ്കിലും ജന്മത്തിൽ ചൊവ്വ നല്ലതാണ്, ജന്മത്തിൽ നിൽക്കുന്ന കേതു ദോഷമാണ്. അപ്പോൾ ജന്മത്തിൽ നിൽക്കുന്ന കേതുവിൻ്റെ ദോഷത്തെ ഒഴിവാക്കാൻ നാളികേരം എടുക്കുക, തലയ്ക്ക് 11 തവണ ഒഴിയുക. ഓം വിഘ്നേശ്വരായ നമഃ, ഓം വിഘ്നേശ്വരായ നമഃ, ഓം വിഘ്നേശ്വരായ നമഃ, ഓം വിഘ്നേശ്വരായ നമഃ എന്ന് 11 തവണ ഒഴിഞ്ഞിട്ട് ഗണപതിയുടെ ഗായത്രി മന്ത്രമുണ്ട്. ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ഡായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത് എന്ന് പറഞ്ഞിട്ട് എറിഞ്ഞുടയ്ക്കുക. ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് ഉടയ്ക്കുക. സുബ്രഹ്മണ്യ സ്വാമിക്ക് നാരങ്ങാമാല ചാർത്തി പ്രാർത്ഥിക്കുക. ഭാര്യയുടെ കുടുംബത്തിൽ നാഗദൈവങ്ങൾക്ക് വഴിപാട് ചെയ്യുക. ഇത് 3 ചിങ്ങക്കൂറുകാർ എഴുതി വെക്കുക. മറ്റുള്ളവരുടെ ദോഷഫലം പറയാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ദോഷഫലം ഇല്ലാത്തത് കൊണ്ടാണ് അശ്വതി മുതൽ ഇങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് പറയാഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന മഹാലക്ഷ്മി യോഗം നമ്മൾ ഇതിനകത്ത് പറയുന്ന നമ്മുടെ ഗ്രന്ഥം ഇനി കാണിക്കണ്ടല്ലോ. മഹാലക്ഷ്മി യോഗം സംഭവിക്കുന്നവർക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന കേതുവിൻ്റെയും രാഹുവിൻ്റെയും ദോഷം മാറാൻ നിങ്ങളുടെ പേരിൽ ഗണപതി ഹോമം ചെയ്യുക. ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുക, കറുകമാല ചാർത്തുക, മുക്കുറ്റിമാല ചാർത്തുക, മോദകം വഴിപാടുണ്ടെങ്കിൽ അത് നടത്തുക. ഗണപതിക്ക് മുമ്പിൽ ഏത്തമിട്ട് പ്രാർത്ഥിക്കുക. 100% നിങ്ങൾക്ക് ഫലം ഉണ്ടാകും. 99% ഒന്നും ഞാൻ പറയുന്നില്ല. ഈ വീഡിയോ കൊണ്ട് കൊടുത്ത് നിങ്ങൾ വേണ്ട കേസിന് വേണ്ടി പോയിക്കോ. നിങ്ങൾ 100% പറഞ്ഞല്ലോ, പിന്നെന്താ വരാത്തതെന്ന് ചോദിച്ചാൽ വരുമെന്നുള്ളതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പം ഗണപതി ഭഗവാന്റെ മുന്നിൽ പോയി എന്ന് വെച്ചാൽ ഗണപതി ഭഗവാൻ ഒരിടത്തിരിക്കുക എന്നുള്ളതല്ല. ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ അവിടെ പൂജാതി കർമ്മങ്ങൾ നടക്കുകയും വിഗ്രഹങ്ങളിൽ പ്രത്യേക അഭിഷേകങ്ങൾ, ഗണപതി ഭഗവാൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കർമ്മത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഒന്നുമില്ല, നിങ്ങൾ വിദേശത്തായിരിക്കുന്നതിന് വരിയിലും തേങ്ങ ഒന്നും ഉടയ്ക്കാനൊന്നും പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നല്ലതുപോലെ പ്രാർത്ഥിച്ച് ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ
വൃത്തിയായിട്ട് ഗണപതി ഭഗവാന്റെ ധ്യാനം അങ്ങോട്ട് ചൊല്ലി, ഗണപതി ഭഗവാനെ ഇപ്പോൾ ഇൻ്റർനെറ്റിലൊക്കെ കിട്ടുമല്ലോ, അതിനകത്ത് കണ്ട് പ്രാർത്ഥിച്ച് നിങ്ങൾ ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോദന്തി പ്രചോദയാത് ഇത് അറിയാൻ വയ്യെങ്കിൽ ഓം ഗംഗണപതേ നമഃ, ഓം വിഘ്നേശ്വരായ നമഃ ഒരു 108 തവണ ജപിച്ചോ, ഉറപ്പായിട്ടും ഫലസിദ്ധി ഉണ്ടാകും. 101% ഫലസിദ്ധി ഉണ്ടാകും. അതായത് ആത്മവിശ്വാസമാണ് ഏറ്റവും വലിയ ഒരു ഊർജ്ജമെന്ന് പറയുന്നത്. ആത്മവിശ്വാസം ഇല്ലാത്തവൻ ഇനി എന്തുണ്ടെങ്കിലും, നിങ്ങളുടെ കയ്യിൽ 1 കോടി രൂപയുണ്ടെങ്കിലും, നിങ്ങൾക്ക് സുന്ദരിയായ ഭാര്യയുണ്ടെങ്കിലും, സുന്ദരന്മാരായ മക്കളുണ്ടെങ്കിലും, നിങ്ങൾക്ക് വലിയ വീടുണ്ടെങ്കിലും, നിങ്ങൾക്ക് വലിയ കാറുണ്ടെങ്കിലും, എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ആത്മവിശ്വാസം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാതെ പോയോ? ആത്മവിശ്വാസം കടയിൽ പോയി 2 കിലോ മേടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ആത്മവിശ്വാസം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഭഗവാൻ ഗണപതി ഭഗവാൻ നേരെ വന്നിട്ട് മുന്നിൽ വന്നിട്ട് ഇന്നാ പിടിച്ചോ 10 രൂപ അല്ലെങ്കിൽ 500 രൂപ പിടിച്ചോ, ഇന്ന് തരത്തുമില്ല. പിന്നെ എന്താ പറയുന്നത്? നിങ്ങൾക്ക് ജ്ഞാനം ബുദ്ധിയിലൂടെ, ജ്ഞാനത്തിലൂടെയും ബുദ്ധിയിലൂടെയും, ഗണപതി ദോഷം എന്ന് പറഞ്ഞൊരു ദോഷമുണ്ട്. ഇതാർക്കും അറിയത്തില്ല. ഒരു ജ്യോതിഷം നിങ്ങൾ ഏത് വീഡിയോ വേണമെങ്കിലും എടുത്ത് നോക്കിയോ, ഗണപതി ദോഷത്തെക്കുറിച്ച് പറയത്തില്ല. ഗണപതി ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധിയും ബുദ്ധിയും ഇല്ലാത്ത അവസ്ഥയാണ് ഗണപതി ദോഷം എന്ന് പറയുന്നത്. ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട്, ഞങ്ങൾ കടം കൊടുത്തു ഒരാൾക്ക്, ഒരുപാട് പൈസ കൊടുത്തു, സഹായിച്ചതാണ്, നല്ല സുഹൃത്തുക്കളാണ്, അവരൊരിക്കലും നമ്മളെ ചതിക്കുമെന്നോ വഞ്ചിക്കുമെന്നോ വെട്ടിക്കുമെന്നോ സ്വപ്നത്തെ പോലും കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ സംഭവിച്ചു പോയി. പൈസ കൊടുത്തതിന് ശേഷം ഇത്രയും വലിയ ശത്രുവായി മാറിയല്ലോ ഇയാൾ എന്ന് നമുക്ക് തോന്നിപ്പോയി. നീ മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിയിൽ, പിന്നെ വഴക്കായി, കേസായി, ഒരു കുടുംബം തന്നെ തെറ്റിപ്പോയി. എന്തുവാ, കയ്യിരുന്ന കാശെടുത്ത് കടം കൊടുത്തതാണ്. വേറെ പല ആൾക്കാരും ട്രേഡ് ചെയ്യുക, കമ്മോഡിറ്റി മാർക്കറ്റ്, ഷെയർ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷെയറിനകത്ത് കൊണ്ടുപോയി പൈസ ഇട്ടിട്ട് ലക്ഷങ്ങൾ കൊണ്ട് കളയും. അതിനുശേഷം വേറെ കുറച്ച് പേരുണ്ട്, ആർക്കെങ്കിലും നോട്ട് ഇരട്ടിപ്പിക്കുക, അല്ലെങ്കിൽ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞ് ഇന്ന് 5000 ഇട്ടാൽ നാളെ ഇത്ര ദിവസം കഴിയുമ്പോൾ 10000 തിരിച്ചെടുക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല വിധത്തിലുള്ള ഗെയിം കളിച്ചിട്ട് പൈസ കളയുക, അതാണ് ബുദ്ധിയില്ലാത്ത അവസ്ഥ എന്ന് പറയും. അപ്പം നമ്മൾ പറയും ബുദ്ധിയില്ലാത്തവനൊന്നും ഇപ്പോൾ ഒരാളെ വിളിച്ചാൽ അയാൾക്ക് ദേഷ്യം വരുത്തേ ഉള്ളൂ. ബുദ്ധി എന്ന് പറയുന്നത് ഭഗവാന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു വൈഭവമാണ് ബുദ്ധി എന്ന് മനസ്സിലാക്കിയാൽ നമുക്കതില്ല. വിറ്റാമിൻ ബി ഇല്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് വിറ്റാമിൻ ബി ഇല്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചീത്ത വിളിക്കുമോ? ഇല്ല. പക്ഷേ ബുദ്ധിയില്ലാത്തവനെ ഒരാളെ വിളിച്ചാൽ എന്ത് പറ്റും? അവർ നമ്മളെ വഴക്ക് പറയും. അപ്പം ബുദ്ധി എന്ന് പറയുന്നത് ഗണപതി ഭഗവാന്റെ അടുത്തുനിന്ന് കിട്ടാനുള്ളതാണ്. അത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തതായിട്ട് നിങ്ങൾക്ക് വീണ്ടും വരുന്നത് ഉത്തരത്തിൽ മുക്കാലും അത്തവും ചിത്തിരേരയും വരുന്ന കന്നിക്കൂറുകാർക്ക് ത്രികോണസ്ഥാനത്ത്, ഇവർക്ക് കേന്ദ്രസ്ഥാനത്ത്. ഈ വീഡിയോ ഇഷ്ടമുള്ളവർ കാണുക. ഞാൻ ഈ പറയുന്നത് നേരത്തെ ഒരുപാട് വീഡിയോയിൽ കമൻറ്റുകളിൽ വരുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ പതിച്ചിട്ടാണ് അടുത്ത വീഡിയോ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ അത് ശരിയാക്കാൻ ശ്രമിക്കാമെന്ന് അവരോട് പറയുകയും ചെയ്യുന്നുണ്ട്. കാരണം അവർ പറയും എൻ്റെ കാര്യം പറയുന്നില്ല എന്ന് പറയുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പം നിങ്ങളുടെ കാര്യത്തിൽ ഉത്തരത്തിൽ മുക്കാലും അത്തവും ചിത്തിരേരയും വരുന്ന കന്നിക്കൂറുകാർക്ക് ത്രികോണസ്ഥാനം എന്ന് വെച്ചാൽ എന്തുവാ? നിങ്ങളുടെ ത്രികോണസ്ഥാനം ഇതാണ്. അടുത്ത ത്രികോണസ്ഥാനം ഇതാണ്. നിങ്ങളുടെ കേന്ദ്രസ്ഥാനം ഇതാണ്. അല്ലെങ്കിൽ ആരെങ്കിലും പറയട്ടെ അല്ലെന്ന്. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതാണ് നിങ്ങൾ അടുത്തതായിട്ട് മനസ്സിലാക്കണം. എന്താണ് അശ്വതി ഭരണിക്കാരുടെ കേന്ദ്രസ്ഥാനം നോക്കിക്കോ. 1 ദാണ്ടേ കേന്ദ്രസ്ഥാനം. ഇടവക്കൂറുകാരുടെ കേന്ദ്രസ്ഥാനം നോക്കിക്കോ. 1. നിങ്ങൾ 4-ാം ഭാവം എണ്ണിയാൽ മതി. നിൽക്കുന്നിടത്തൊന്ന് 4 എണ്ണിയാൽ മതി, 7 എണ്ണിയാൽ മതി, 10 എണ്ണിയാൽ മതി. ദാണ്ടേ 1 2 3 4 1 2 അപ്പം 4 1 2 3 4 5 6 7 8 9 10. നിങ്ങൾ അടുത്ത ഇവരുടെ എണ്ണിക്കോ. മിഥുനക്കൂറുകാർക്ക് ദാണ്ടേ. ഇനി ബാക്കിയുള്ളവർ പറയണ്ടല്ലോ, നിങ്ങൾക്ക് എണ്ണാവല്ലോ. അപ്പം അതുപോലെ ത്രികോണസ്ഥാനം 5-ാം ഭാവം 9-ാം സ്ഥാനം എണ്ണിയാൽ മതി. ദാണ്ടേ മേടക്കൂറുകാർക്ക് 5-ാം ഭാവം ത്രികോണസ്ഥാനം, 9-ാം ഭാവം ധനു. ഇടവക്കൂറുകാർക്ക് 5-ാം ഭാവം കന്നി, 9-ാം ഭാവം എവിടെ വന്നു? ഇത് വന്നു. മിഥുനക്കൂറുകാർക്ക് 5-ാം ഭാവം എവിടെ വന്നു? തുലാം വന്നു. 9-ാം ഭാവം എവിടെ വന്നു? എണ്ണിക്കോ. 9 ഇവിടെ വന്നു. മിഥുനക്കൂറുകാർക്ക് 9-ാം ഭാവം. നിങ്ങളൊരു പേനായും പേപ്പറും എടുത്തിട്ട് ഈ പറയുന്നതെന്ന് എഴുതി വെക്കണം. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ഈ കാണുന്ന ആൾ മീനക്കൂറുകാരനായിരിക്കും. ഇയാൾ ഇത്രയും പേരുടെ കാര്യം പറഞ്ഞ് എൻ്റെ കാര്യം പറഞ്ഞില്ല. അതാണ് നിങ്ങൾ എണ്ണി നോക്കിക്കോ. അതാണ് ഇത് നിങ്ങളുടെ കേന്ദ്രസ്ഥാനങ്ങൾ ഇതാണ്. മൂല മീനക്കൂറിലാരൊക്കെയാണ് വരുന്നത്? പൂരട്ടാതി, ഉത്തരട്ടാതി, രേവതികാർക്ക് കേന്ദ്രസ്ഥാനം ത്രികോണസ്ഥാനം 5 9. 5 കൊണ്ട് മനസ്സ്, സന്താനം. 9 കൊണ്ട് ഭാഗ്യം.
പിതൃസ്ഥാനം. ഇതാണ് ത്രികോണസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്ന ആരുടെയാ? കന്നിക്കൂറുകാർക്ക് ഉത്തരത്തെ മുക്കാലും അത്തവും ചിത്തിരവരെ വരുന്ന കന്നിക്കൂറുകാർ എഴുതി വെക്കുക, എൻ്റെ ത്രികോണസ്ഥാനം. എന്തുവാ ത്രികോണസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വരയ്ക്കുന്ന ത്രികോണമല്ല. അങ്ങനെയും ചിന്തിക്കുക. എന്നാണ്ട് നോക്കിക്കോ, ത്രികോണസ്ഥാനം അതായത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനം, കന്നിക്കൂറുകാരുടെ ഭാഗ്യസ്ഥാനത്ത്. അപ്പം ഭാഗ്യം വരും. എൻ്റെ പൊന്നു സഹോദരന്മാരെ, നിങ്ങൾക്കൊരു ഭാഗ്യം നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ നിങ്ങൾ ഇതുവരെ കാണാത്തത് നിങ്ങൾ കാണും, നിങ്ങൾ അനുഭവിക്കാത്തത് നിങ്ങൾ അനുഭവിക്കും. അത് സംശയമൊന്നും വേണ്ട. എങ്ങനെ വരും എന്നുള്ളതായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അത് നിസ്സാരമാണ്. ഒരിരുട്ടത്തായിരിക്കും നമുക്കൊരു ചെറിയ ഹോള് വീണാൽ അവിടെ വെട്ടം അടിക്കുമ്പോൾ അപ്പോഴേ അവർക്ക് ആ വെട്ടത്തിൻ്റെ വില അറിയത്തുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ഭാഗ്യം നിങ്ങൾക്ക് ഏത് വഴി കൂടെയും കടന്നു വരും. ആ കടന്നു വരുന്ന വഴി എന്ന് പറയുന്നത് നിസ്സാരമല്ല. അത് ലോട്ടറി അടിക്കുക അങ്ങനെയൊന്നും ആയിരിക്കണമെന്നില്ല. ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷം ലക്ഷങ്ങളാണ് ഉണ്ടാക്കുന്നവരുണ്ട്, ലക്ഷങ്ങൾ കണക്കിന് രൂപ ഉണ്ടാക്കുന്നവരുണ്ട്. മാസം അക്കൗണ്ടിലോട്ട് ചുമ്മാ ഇങ്ങനെ കാശ് വരുമല്ലയോ? അത് നിങ്ങൾക്കറിയാൻ വേണ്ടിയിട്ട് യൂട്യൂബ് കാണുന്ന ഒരുപാട് പേരോട് ചോദിച്ചു നോക്കിയാൽ മതി. എല്ലാ മാസം 21-ാം തീയതി 22-ാം തീയതി ആകുമ്പോഴത്തേക്കിന് അക്കൗണ്ടിലോട്ട് 5 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ, 7 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ, 1 ലക്ഷം രൂപ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് എത്ര വയസ്സുള്ളവരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 2 വയസ്സുള്ളത് മുതലുള്ള കുട്ടികൾ മുതൽ മേപ്പോട്ട് പ്രായമുള്ളവർ വരെയുണ്ട്. കൊച്ചു കുട്ടികൾ വരെ കാശുണ്ടാക്കുന്നുണ്ട് യൂട്യൂബിൽ നിന്നും. അവരുടെ വീഡിയോ വീട്ടുകാരെടുത്തിട്ട് വൈറലാകുകയാണ്. അവരെന്തെങ്കിലുമൊക്കെ തമാശ കാണിക്കുകയാണ്. പെട്ടെന്നൊരു ഉദാഹരണം പറയാം. ഞാൻ ഇതൊക്കെ പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും അങ്ങ് പറയുകയാണ്. ഒരു കുട്ടിയുടെ ഒരു വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. റിസൾട്ട് വന്നു എന്ന് അന്വേഷിക്കുന്നവരോടാണ്. പഠിക്കാൻ ഞാൻ തന്നെയല്ലേ ഉള്ളായിരുന്നുള്ളൂ, റിസൾട്ട് വരുമ്പോഴും ഞാൻ തന്നെ നോക്കിക്കോളാം, കഞ്ഞി കുടിക്കുമെന്ന് അന്വേഷിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് ചിരിച്ച ഒരു വീഡിയോയാണ്. ആ കുട്ടി ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൂടെ ഇഷ്ടംപോലെ പൈസ വരും. അപ്പം അവരെ എനിക്കറിയത്തില്ല, ഉണ്ടാക്കും. കാരണം ആ വീഡിയോ കാണുമ്പോൾ അറിയാമല്ലോ. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഭാഗ്യം അത് വഴി മാത്രമല്ല പറയുന്നത്, ഏത് വഴി കൂടെ വേണമെങ്കിലും നമുക്ക് പൈസ വന്ന് കയറാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പം കന്നിക്കൂറുകാർക്കാരാണ് ത്രികോണസ്ഥാനത്തേക്ക് വരുന്നു. മഹാലക്ഷ്മി യോഗം നേരിട്ട് സംഭവിക്കുന്നു. നിങ്ങൾക്ക് കേന്ദ്രസ്ഥാനത്ത് കുബേരസ്ഥാനമായിട്ടുള്ള സ്ഥാനത്തും വ്യാഴത്തിൻ്റെ സ്ഥിതിയുണ്ട്. ഈ അവസരത്തെ നിങ്ങൾ മുതലാക്കിയെടുക്കണം. നിങ്ങളുടെ അവസ്ഥകൾ എന്താണെന്ന് അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം ഇതിനകത്തൊരു കാര്യം പറയാം. ഉത്തരത്തെ മുക്കാലും അത്തവും ചിത്തിരയര വരുന്ന ഒരാൾ, ഒരു മനുഷ്യൻ, ഈ മനുഷ്യന് ഒരു 50 വയസ്സുണ്ടെന്ന് കരുതുക. ഇദ്ദേഹം ഇച്ചിരി കഷ്ടകാലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നൂടെ കരുതുക. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. ഇദ്ദേഹം ജനിച്ചത് ചന്ദ്രദശയിലായിരിക്കും ജനിച്ചത്. 5 വയസ്സ് വരെ ചന്ദ്രദശ. അത്തം നക്ഷത്രക്കാരൻ്റെ കാര്യമാണ് പറയാം. ചന്ദ്രൻ, ചൊവ്വ, രാഹുർ, വ്യാഴം, ശനി 19, 65. അപ്പോൾ നോക്കിക്കോളുക, 50 വയസ്സുള്ള ഒരാൾ ഈ പറയുന്ന മഹാലക്ഷ്മി യോഗം, കുബേരയോഗം എന്ന് പറയുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് വേണമെങ്കിൽ എൻ്റെ അച്ഛനെ വിളിക്കും. കാരണം ഈ കക്ഷിക്ക് ശനി ദശയാണ്. ശനി വന്നിട്ട് ഈ കക്ഷിക്ക് മേടത്തിലായിരിക്കും നിൽക്കുന്നത്. കയ്യിലിരിക്കുന്നതും പോയി, കടവും പോയി, രോഗാവസ്ഥയുമായിട്ട് വീട്ടിൽ വയ്യാതെ കിടക്കുന്ന ഒരാളായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ ഇട്ടിരുന്നുകൊണ്ട് കാണുന്നത്, വീഡിയോ യൂട്യൂബിൽ ഇരുന്നുകൊണ്ട് കാണുന്നത്. ഇവരൊക്കെ വേറെ പണിക്കുവല്ലം പോയിക്കൂടാ എന്നൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ഇട്ട് കളയും. കാര്യം ഇദ്ദേഹത്തിന് ശനിയാണെന്നും ശനി ദോഷത്തിലാണ് നിൽക്കുന്നതെന്നും മനസ്സിലാക്കിയിട്ട് ശനിദോഷത്തിനുള്ള പ്രതിവിധിയും കൂടെ ചെയ്യണം. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന്. ഇപ്പോൾ 5 വയസ്സിനും 12 വയസ്സിനും ഇടയ്ക്കുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായി? ചൊവ്വ ദശാകാലമാണ്. 12 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് രാഹുർ ദശാകാലമാണ്. 30 വയസ്സിനും 46 വയസ്സിനും മധ്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വ്യാഴ ദശാകാലമാണ്. ഇപ്പോൾ വ്യാഴ ഉച്ചരാശിയിലൊക്കെ നിൽക്കുന്ന ആൾക്കാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ഇടും. അടുത്ത മാസത്തെ വീഡിയോയിൽ താങ്കൾ പറഞ്ഞതുപോലെയായിരുന്നു എല്ലാ കാര്യങ്ങളും. വളരെയധികം ഉത്തമമായിരിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു ലവിൻ്റെ ചിഹ്നമൊക്കെ വേണമെങ്കിൽ അയക്കും. ഞങ്ങൾ ഇതിനകത്ത് കാരണക്കാരനല്ല. കാരണം ശനിദശക്കാരനും ഇതിനകത്തുണ്ട്. 46 വയസ്സ് കഴിഞ്ഞ ഒരാൾ, 50 വയസ്സാകുന്ന ഒരാൾ, അല്ലെ 55 വയസ്സുള്ള ഒരാൾ, 58 വയസ്സുള്ള ഒരാൾ, 65 വയസ്സിനകത്തുള്ള ഒരാൾ, ശനി ആണെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ശനി ഗുണമായിട്ടാണ് നിൽക്കുന്നതെങ്കിലും കക്ഷിക്ക് ഇതുപോലുള്ള ഗുണങ്ങളുണ്ടാവും. ശനി നല്ലതാണെങ്കിൽ ശനിയെ കൊണ്ട് കിട്ടാവുന്നതിൻ്റെ അത്രയും വേറെ ഒരാളും തരാനില്ല. അപ്പോൾ ശനി ദശ അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ, പ്രതികൂലമായിട്ട് നിൽക്കുന്ന ആളാണെങ്കിൽ ഇങ്ങനെ ചിന്തിച്ച് കളയും. അപ്പോൾ ഇത് കഴിഞ്ഞു. നിങ്ങൾക്ക് ദോഷസ്ഥാനം എന്ന് പറയാനാണെങ്കിൽ രാഹു ദോഷസ്ഥാനത്താണ്. ശനി നിങ്ങൾക്ക് 7-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. കേതു 12-ലാണ് നിൽക്കുന്നത്. 12-ൽ കേതു നിൽക്കുന്നതിന് നിങ്ങളുടെ വീടിന് അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന കുടുംബ വീടിൻ്റെ പുറകിലുള്ളതോ വല്ലതും നിങ്ങൾ ഗണപതിക്ക് വഴിപാടുകൾ ചെയ്യുക. നിങ്ങൾക്ക് നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുവാനുള്ള വഴിപാട് ചെയ്യുക.
കണ്ടകശിനി ദോഷമുള്ളതുകൊണ്ട് നീലാഞ്ജന വിളക്ക് കത്തിക്കുക. നിങ്ങൾക്ക് ദോഷമുള്ളവരുടെ മാത്രമേ പരിഹാരം പറയുന്നുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ തുലാക്കൂറുകാർക്ക് ഈ പറയുന്ന കുബേരയോഗം അനുഭവത്തിലുണ്ട്, ലക്ഷ്മി യോഗം അനുഭവത്തിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ശുക്രൻ അഷ്ടമരാശിയിലാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. അടുത്ത മാസമാകുമ്പോൾ ഇതിൻ്റെയും കൂടെ കീടങ്ങ് തീരുന്ന രീതിയിലുള്ള ഒരു മാറ്റമാണ് അടുത്തതായിട്ട് വരാൻ പോകുന്നത്. ഇപ്പോൾ ആ മാറ്റത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അടുത്ത മാറ്റം എപ്പോഴാണെന്നുള്ളത് കണക്കൂട്ടി നോക്കിയിട്ടേ പറയാനൊക്കത്തുള്ളൂ. അപ്പം ശുക്രൻ്റെ ഈ രാശിമാറ്റം കൊണ്ട് തുലാക്കൂറുകാർക്ക് മഹാലക്ഷ്മി യോഗമില്ല, പക്ഷേ കുബേരയോഗം നിലവിൽ നിൽപ്പുണ്ട്. പക്ഷേ അതിനിപ്പം ജൂലൈ മാസം 10-ാം തീയതി വരെ വ്യാഴം മൗഢ്യത്തിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾ വിഷ്ണു പൂജ ചെയ്യണം. നിങ്ങൾക്ക് ലാഭസ്ഥാനത്ത് കേതു നിൽക്കുന്നതിനാൽ നിങ്ങൾ ഗണപതി പൂജ ചെയ്യുക. അതുപോലെ തന്നെ മനസ്ഥാനത്ത് രാഹു നിൽക്കുന്നതിനാൽ സന്താനങ്ങളുടെ പേരിൽ നാഗപ്രീതി വരുത്തുക. 6-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ട് കണ്ടകശിനിയും കാര്യങ്ങളൊന്നുമില്ല. കാരണം തുലാക്കൂറുകാരെ കണ്ടകശിനി ബാധിക്കാത്ത ഒരേ ഒരു നാളുകാരാണ് തുലാക്കൂറിൽ വരുന്നവർ. ഇടവക്കൂറിൽ വരുന്നവർ, മകരക്കൂറിലും കുംഭക്കൂറിലും വരുന്നവർക്ക് ശനിദോഷം വലുതായിട്ട് ബാധിക്കാത്തവരാണ്. അടുത്തായിട്ട് വൃശ്ചികക്കൂറുകാർക്ക് ലക്ഷ്മി യോഗം, മഹാലക്ഷ്മി യോഗം നേരിട്ട് സംഭവിക്കുകയാണ്. ശുക്രൻ്റെ ദൃഷ്ടി. ഇപ്പോൾ വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴം അഷ്ടമത്തിലാണെങ്കിലും അവർ ഒരുപാട് പേര് പരാതി പറയുന്നുണ്ട്. ഞാൻ ഇപ്പോൾ മാറ്റം പറയുന്നത് കണ്ടോ, ശുക്രൻ ഇങ്ങോട്ട് മാറുമ്പം ഈ പറയുന്ന നേരത്തെ പറഞ്ഞ കളത്രപുത്ര കാര്യം, ഭാര്യ, വിവാഹം, നിങ്ങൾ ആരെങ്കിലും കല്യാണം കഴിക്കാതെ നിൽപ്പുണ്ടെങ്കിൽ, കല്യാണ സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ പരിശ്രമിക്കണം. എന്നാ ഡേറ്റ്? 29 ജൂൺ. പരിശ്രമിക്കണം. ഒരു മാസത്തെ സമയം തരാം. ശുക്രൻ സമയം തരും. ആ സമയത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. തുണി ഉണങ്ങാനുണ്ടെങ്കിൽ വെയിലത്ത് കൊണ്ടിടണം എന്ന് പറഞ്ഞതുപോലെ ഈ സമയത്ത് നിങ്ങൾ ഒരു ബ്രോക്കറെ കാണുകയോ അല്ലെങ്കിൽ മാട്രിമോണിയിൽ ഒരു പരസ്യം കൊടുക്കുകയോ ഏതെങ്കിലും നല്ല ബന്ധം വരുവാണെങ്കിൽ ആ ബന്ധത്തെ നിങ്ങൾ ഒരു സസൂക്ഷ്മം വീക്ഷിച്ച് അത് നടത്താൻ പറ്റുന്നതാണെങ്കിൽ, കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളത് നടത്തിയെടുക്കണം. കാരണം ഈ അനുകൂല സമയമാണ്. കല്യാണം നടക്കാത്ത യുവാക്കളുടെ കാര്യമാണ് പറയുന്നത്. ആ പരിശ്രമം നടത്തിയില്ല, ശുക്രൻ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കിന് വീണ്ടും ഇരുന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല. അപ്പം ഈ കാര്യത്തിലുള്ള കലാകാരന്മാരായാലും അതുപോലെ തന്നെ ഭാര്യാഭർത്താക്കന്മാർ പിണങ്ങി നിൽക്കുന്നവരാണെങ്കിൽ ഇതെല്ലാം മാറി, കേസൊക്കെ വഴക്കൊക്കെ മാറി വരുന്ന വൃശ്ചികക്കൂറിൽ വരുന്ന ആരൊക്കെയാ? വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ടയും വരുന്നവർക്ക് മഹാലക്ഷ്മി യോഗം സംഭവിക്കുന്നു. അടുത്തതായിട്ട് ധനുക്കൂറുകാർക്ക് ഈ പറയുന്ന ലക്ഷ്മി യോഗം ഇല്ല. അവർക്ക് ഇപ്പോൾ ഉണ്ടായിരുന്ന ലക്ഷ്മി യോഗമാണ് മാറാൻ പോകുന്നത്. അവർക്ക് ഈ യോഗത്തിൻ്റെ ഒരു മാറ്റം എന്ന് വെച്ചാൽ ശുക്രൻ 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് കുബേര യോഗം ഗുണകരമായിട്ട് നിൽപ്പുണ്ട്. ആർക്ക്? മൂലം പൂരാട ഉത്രടത്തിക്കാലുകാർക്ക്. നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് കേതുവിൻ്റെ സ്ഥിതി നിൽപ്പുണ്ട്. 3-ാം ഭാവം കുടുംബസ്ഥാനത്ത് രാഹുവിൻ്റെ സ്ഥിതിയുണ്ട്, കണ്ടകശിനിയുണ്ട്. അപ്പോൾ ധനുക്കൂറുകാർക്ക് ശുക്രൻ്റെ യോഗം അടുത്ത മാസമാകുമ്പോഴേ അത് അനുകൂലമായിട്ട് വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ലക്ഷ്മീനാരായണ യോഗമാണ്. ഇനി അടുത്തതായിട്ട് ധനുക്കൂറുകാർക്ക് വരാൻ പോകുന്നത് അടുത്ത മാസം. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ജൂൺ 29 കഴിഞ്ഞ് ജൂലൈ 29, 27, 29 ആകുമ്പോഴത്തേക്ക് ശുക്രൻ ഇങ്ങോട്ട് മാറും, ജൂലൈ മാസം. അപ്പോൾ അത് ഉദ്ദേശം കണക്കാണ് പറയുന്നത്. കറക്റ്റായിട്ട് കണക്കൂട്ടിയിട്ട് പിന്നെ പറയാം. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ദോഷമായിട്ട് നിൽക്കുന്ന ശനിക്ക് നീലാഞ്ജന വിളക്ക് കത്തിക്കുക. അച്ഛൻ്റെ കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി ഗണപതി ഹോമം ചെയ്യുക. അമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ നാഗപ്രീതി വരുത്തുക. ഇത്രയും കാര്യം ചെയ്യുക. മഹാലക്ഷ്മി യോഗം ഇല്ലെന്ന് വെച്ച് വിഷമിക്കേണ്ട. കുബേര യോഗം അനുകൂലമായിട്ട് നിൽപ്പുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് മകരക്കൂറുകാർക്കാണ്. മഹാലക്ഷ്മി യോഗം 5-ാം ഭാവത്തിൽ 1, 2, 3, 4, 5 എണ്ണി നോക്കിക്കൊള്ളുക. അനുകൂല ഭാവത്തിലാണ് നിൽക്കുന്നത്. ശുക്രൻ അനുകൂലത്തിലും വ്യാഴം പ്രതികൂലത്തിലുമാണ് നിൽക്കുന്നത്. ഈ ഒരു മാസം നിങ്ങൾക്ക് വ്യാഴം അനുകൂലമില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട്. ഞങ്ങൾ ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിട്ടത്തര വരുന്ന ആളുകൾക്ക് എന്നും കണ്ണീരാണല്ലോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇടുന്നുണ്ട്. തിരുവോണക്കാരിന് വേണ്ടി ഞങ്ങൾ ഇനി എന്ന് ഗതി പിടിക്കും എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇടുന്ന വിഷമം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. നിങ്ങൾക്കിപ്പം അനുകൂലമാണ് ഈ വരുന്ന 29. അതുകൊണ്ട് നേരത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ്. ഒരു 6-7 ദിവസം മുമ്പ് വീഡിയോ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളതിനനുസരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ലക്ഷ്മി ദേവി പൂജ ചെയ്യുക. മഹാലക്ഷ്മി ദേവി ക്ഷേത്രം ഇല്ലാത്തത് കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ താമര കൊണ്ട് മാല ചാർത്തി പുഷ്പാഞ്ജലിയൊക്കെ സമർപ്പിച്ച് ഒരു പ്രാർത്ഥനയൊക്കെ ചെയ്യും. ഒരു 41 ദിവസമൊക്കെ പ്രാർത്ഥനയൊക്കെ ചെയ്ത് ഗുണകരമായിട്ട് വരും. അടുത്തതായിട്ട് നിങ്ങൾ ആരുടെയും സ്പീഡിൽ പറയുന്നില്ലേ? എല്ലാവരും പറയും ഇവിടെ കൊണ്ട് വരുമ്പോൾ നിങ്ങൾ ഭയങ്കര സ്പീഡാണെന്ന് പറയും. ഈ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും അങ്ങോട്ട് പറഞ്ഞു വരുന്നത്. ഇപ്പം കുംഭക്കൂറുകാർക്ക് മഹാലക്ഷ്മി യോഗം നേരിട്ട് സംഭവിക്കുന്നു 4-ാം ഭാവത്തിൽ. 4-ാം ഭാവം എന്ന് പറഞ്ഞാൽ എന്താ ചിന്തിക്കുന്നത്? മാതൃ വാഹന ഗൃഹ സുഖ സ്ഥാനം. അപ്പോൾ കുംഭക്കൂറിൽ വരുന്ന ആളുകൾ ഇപ്പോൾ നിങ്ങൾക്ക് മാതാവിന്, അമ്മയ്ക്ക്
ഗുണകരമായിട്ടുള്ള അമ്മ കുടുംബത്തിൽ നിന്നുള്ള ഗുണകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ സംജാതമാകുന്നൊരു സമയമാണ്. കയ്യിലിരിക്കുന്ന വണ്ടി കൊടുത്തിട്ട് വേറെ വണ്ടി എടുക്കണമെന്ന് മനസ്സിൽ തോന്നിപ്പിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ട് അവർ നിങ്ങൾക്ക് വണ്ടി എടുക്കാം, വണ്ടി കച്ചവടക്കാരായിട്ടുള്ള അല്ലെങ്കിൽ വണ്ടിയുടെ ഏജൻറ്റായിട്ടുള്ള ഈ ഷോറൂമിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അവിട്ടത്തരയും ചതയും പൂരിട്ടാതി മുക്കാലുകാരെ പോയി ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ വണ്ടി എടുക്കും. അവർക്ക് വണ്ടി എടുക്കുന്നതിന് അതുപോലെ തന്നെ സുഖം സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുക, വീട് മൂടി പിടിപ്പിക്കാൻ തോന്നുക, അതുപോലെ തന്നെ ശയനോപകരണങ്ങൾ കട്ടിലൊക്കെ ഒന്ന് മാറ്റി മെത്തയൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക എന്നൊക്കെ തോന്നിപ്പിക്കുക, വാഹനം എടുപ്പിക്കുക, അങ്ങനെ അനുകൂലമായിട്ടുള്ള മഹാലക്ഷ്മി യോഗം സംഭവിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് രാഹു ദോഷത്തിൽ ജന്മത്തിൽ രാഹു നിൽക്കുന്നുണ്ട്. ജന്മത്തിൽ രാഹു നിന്നാൽ കുടുംബക്ഷേത്രത്തിൽ തന്നെ നാഗപ്രീതി വരുത്തണം. അതുപോലെ തന്നെ ഭാര്യയുടെ കുടുംബക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുക, ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുക. ഇച്ചിരി പിണങ്ങിയൊക്കെ വരുന്ന സമയമാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഭാര്യയുടെ കുടുംബത്തിൽ ചെയ്യണം. ഭാര്യയുടെ പേരിൽ കൊണ്ടുപോയി ഒരു പുഷ്പാഞ്ജലിയൊക്കെ നടത്തിയിട്ട് ഭാര്യ കുടുംബത്തിൽ പോയി. ഈയിടെ ഞങ്ങളുടെ ഭാര്യയുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ഭാര്യ അല്ല എൻ്റെ ഭാര്യ കുടുംബത്തിൽ ഈയിടെ ഒരു ഉത്സവമൊക്കെ ആയിരുന്നു, അവിടുത്തെ വാർഷിക പൂജയൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു ദക്ഷിണയൊക്കെ കൊടുത്ത് എനിക്ക് പോകാൻ പറ്റിയില്ല, എനിക്ക് തിരക്കായതുകൊണ്ട് ഭാര്യയെ പറഞ്ഞു വിട്ട് അവർ പോയി വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ നടത്തി എല്ലാം വന്ന്. നമുക്കിതുപോലെ സമയമില്ലാത്തത് കൊണ്ടായിരുന്നു. സമയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ തിരക്കായിരിക്കും. അന്നേരം വരുമാനം നോക്കിയല്ല നിൽക്കുന്നത്, അവിടെ തന്ത്രിയായിട്ടുള്ള അല്ലെങ്കിൽ മെയിൻ ആളായിട്ടുള്ള നമ്മൾ അവിടുന്ന് അന്നേരം പോകുന്നത് ശരിയായ നടപടിക്രമം അല്ലാത്തതുകൊണ്ട് ആ ദിവസങ്ങളിൽ നമ്മൾ ലീവ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതല്ല വിഷയം. അടുത്തതായിട്ട് മീനക്കൂറുകാർക്ക് ഇപ്പോൾ ഈ മാസം ഇല്ല, അടുത്ത മാസം വരുന്നുണ്ട്. ഇപ്പോൾ ലക്ഷ്മി യോഗം ഇല്ല, നിങ്ങൾക്ക് 3-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ കുബേര യോഗം അനുകൂലമായിട്ട് നിൽപ്പുണ്ട്. നിങ്ങൾക്ക് ദോഷമായിട്ട് നിൽക്കുന്നത് കണ്ടകശനി, ജന്മശനിയുണ്ട്. ഇതിനകത്തൊരു ശനിയുടെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ശനി നിൽക്കുന്നത് എവിടെയാണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് നമ്മൾ പറയുന്നു ശനി നിൽക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് ഇപ്പോൾ ശനി സഞ്ചരിക്കുന്നത്. പൂരുരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി വരുന്ന പൂരുരുട്ടാതി കാലിൽ നിന്നും ശനി ഉത്രട്ടാതിയിൽ പ്രവേശിച്ചിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. രേവതിയിൽ യഥാർത്ഥത്തിൽ ശനി ഇല്ല. ഇത് ആൾക്കാർക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അവർ മീനക്കൂറിലാകുമ്പോൾ ഇവരുടെ ഇരുന്ന് പേടിക്കുകയാണ്. ഇപ്പോൾ ഉത്രട്ടാതിയിലാണ് ശനി നിൽക്കുന്നത്. ഇനി രേവതിയിലോട്ട് വരുന്ന വർഷമേ വരത്തുള്ളൂ. ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ടേ ശനി അങ്ങോട്ട് വരത്തുള്ളൂ. എന്ന് വെച്ച് കൂറിനകത്തില്ലെന്നല്ല പറയുന്നത്, നിങ്ങളുടെ നക്ഷത്രത്തിലേക്ക് ശനി പ്രവേശിച്ചിട്ടില്ല. മീനക്കൂറിൽ ശനി ഉണ്ടെങ്കിലും ശനി ഇപ്പം നിൽക്കുന്നത് ഉത്രട്ടാതിയുടെ കൂടാണ് നിൽക്കുന്നത്, രേവതിയിലോട്ട് വന്നിട്ടില്ല. അതുപോലെ തന്നെ ജന്മശനി, കണ്ടകശനി, 7.5 കണ്ടകാല ശനി ഇവർക്കാണ്. ഇവർക്ക് കണ്ടകശനിയാണുള്ളത്. ഇവർക്ക് 7.5 കണ്ടകാല ശനി, ഇവർക്ക് ജന്മശനി. ഇവരെന്ന് പറഞ്ഞാൽ കുംഭക്കൂറുകാർ, മീനക്കൂറുകാർ, മേടക്കൂറുകാർക്കുമാണ് ഇപ്പം കണ്ടകശനി, 7.5 കണ്ടകാല ജന്മശനി എന്ന് പറയും. 7.5 കണ്ടകാലം നടന്നുകൊണ്ടിരിക്കുന്നത് അശ്വതി, ഭരണി, കാർത്തിക കാലുകാർ മേടക്കൂറുകാർക്ക്. ജന്മശനി നടന്നുകൊണ്ടിരിക്കുന്ന പൂരുരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക്. 7.5 കണ്ടം നടന്നുകൊണ്ടിരിക്കുന്നത് ഔട്ടത്തലയും ചതയും പൂരുരുട്ടാതി മുക്കാലുകാരും. 7.5 കണ്ടം ദോഷമില്ലാത്തതാണ്. ജന്മശനിയാണ് കുറച്ച് ദോഷമുള്ളത്. കണ്ടകശനിയും 7.5 കണ്ടകാല ശനിയും കുറച്ച് ദോഷമാണ്, ജന്മശനിയും കുറച്ച് ദോഷമാണ്. പക്ഷേ കണ്ടകശനിയുള്ളത് അത്ര വലിയ ദോഷമില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പം മീനക്കൂറുകാരൻ്റെ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു. മഹാലക്ഷ്മി യോഗം ഇപ്പോൾ ഇല്ല. അടുത്ത മാസം ലക്ഷ്മി നാരായണ യോഗം വരുന്നുണ്ട്. ജൂലൈ മാസം 27, 28 ആകുമ്പോഴത്തേക്കിന് ലക്ഷ്മി നാരായണ യോഗം വരും. അന്നേരം ചെയ്യുന്ന വീഡിയോയിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. നിങ്ങൾക്ക് ദോഷമായിട്ട് നിൽക്കുന്ന ശനിദോഷം മാറാനായിട്ട് ഗണപതി ഹോമം ചെയ്യുക. 6-ാം ഭാവം നിൽക്കുന്ന കേതു നിൽക്കുന്നതിനാൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടത്തുക. രാഹുവിന് പ്രീതിപ്പെടുത്താനായിട്ട് നാഗപ്രീതി വഴിപാടായിട്ടുള്ള നൂറുംപാലം വഴിപാടൊക്കെ ചെയ്യുക. മഹാവിഷ്ണു പൂജയൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ മീനക്കൂറുകാർക്ക് ഏറ്റവും വലിയ കർമാധിപൻ, തൊഴിലിൻ്റെ അധിപൻ വ്യാഴമാണ്. മീനക്കൂറുകാർക്ക് തൊഴിലിൻ്റെ അധിപൻ വ്യാഴമായതുകൊണ്ട് എപ്പോഴും വിഷ്ണു ഭഗവാനെ പൂജിക്കുന്നത് നല്ലതായിരിക്കും. മേടക്കൂറുകാരുടെ ഫലം പറയുന്നു. അവർക്ക് 2-ാം ഭാവത്തിൽ ആദ്യം പറഞ്ഞു, അവരോടാണ് തുടക്കത്തിൽ പറഞ്ഞത് 2-ാം ഭാവത്തിൽ ധനസ്ഥാനത്താണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ന്യായമായ ഒരു ചോദ്യം കമൻറ്റ് ബോക്സിലിട്ടാൽ അതിന് ഉത്തരം തരുന്നതായിരിക്കും. ന്യായമായിരിക്കണം. ഇന്നലെ ഒരാൾ എസ് എന്ന് പറഞ്ഞ ഗ്രഹം ഏതാണ്? സ എന്ന്. ഞാൻ ഉദ്ദേശിച്ചത് ശനി എന്നായിരുന്നു വിചാരിച്ച് ഞാൻ ശനി എന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ടപ്പോഴത്തേക്കിന് കക്ഷി വലിയ അറിവുള്ള ആളാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഉടൻ തന്നെ അതിനകത്ത് കുറേ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പം സ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച രാഹു ആയിരിക്കണം എന്നായിരിക്കും. പിന്നെ ഞാൻ ആ ശനി അയച്ചതിന് ശേഷം ഓർത്തത്. അപ്പോൾ ഷാ എന്ന് വിചാരിച്ച് ഷാ എന്ന് വിചാരിച്ചാൽ ഞാൻ ശനി എന്ന് കമൻറ്റ് ഇട്ടത്. പക്ഷേ കമൻറ്റ് അതല്ലായിരുന്നു, രാഹു ആയിരുന്നു. അപ്പോൾ അതെൻ്റെ കാര്യം വിഷയമല്ല. ഈ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി.